today we have our beloved CEO, Sir Samanvari sir, with us to share his insights on how to become an entrepreneur. So it's my absolute pleasure to welcome Sir to this session. And we have this incredible opportunity to hear from someone who is not just a leader, but a true visionary and a great example of entrepreneurial success. So without a further ado, we can start the session, sir. Welcome, sir. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പോക്കറ്റിൽ കുറച്ച് പൈസയുണ്ട്. ഓക്കെ, ഈ പോക്കറ്റിൽ കുറച്ച് പൈസയുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിൽ എത്തിക്കണം. അതിന് എന്താ മാർഗം? എന്താ? ഹൗ ടു ഗെറ്റ് മണി ഫ്രം മൈ പോക്കറ്റ് ടു യുവർ പോക്കറ്റ്. യു ക്യാൻ സേ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ടോക്ക് ചെയ്യുന്നവരാണ് ഫ്യൂച്ചർ ലീഡേഴ്സ്. നിങ്ങൾ സൈലൻ്റ് ആയി കഴിഞ്ഞാൽ യു ആർ പ്രൂവിങ് യുവർ സെൽഫ് ദാറ്റ് യു ആർ നോട്ട് ഫ്യൂച്ചർ ലീഡേഴ്സ്. യു ആർ ജസ്റ്റ് ഫോളോവേഴ്സ്. സർ ക്യാൻ ഐ സേ? യാ. സർ, സാറിന് എന്തെങ്കിലും ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ ഞാൻ പ്രൊവൈഡ് ചെയ്ത അതിന് പകരമായിട്ട് സാർ എനിക്ക് ആ പൈസ തരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. Sir, do a favor. ഓക്കെ, ഇങ്ങനെ ബ്രെയിൻ ഇങ്ങനെ ആലോചിക്കുക എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുകയെന്ന്. എങ്ങനെ എൻ്റെ ഐഡിയ എൻ്റെ പോക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയാം. അല്ല വേണ്ട, നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ പോക്കറ്റ് എന്നെ വിട്. ഇനി എൻ്റെ അടുത്ത് വരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരാളുടെ, ഒരു എക്സ് എന്ന് പറഞ്ഞ വേറൊരാളുടെ പോക്കറ്റിലെ പൈസ നിങ്ങൾക്ക് യു വാണ്ട് ടു ഗെറ്റ് ഇറ്റ്. ഹി ഗോട്ട് ലോട്ട് ഓഫ് മണി ഇൻ ഹിസ് പോക്കറ്റ്. യു വാണ്ട് ടു ഗെറ്റ് ദാറ്റ് മണി ടു യുവർ പോക്കറ്റ്. ഓക്കെ, ഐഡിയ ഇങ്ങനെ ആലോചിക്കുക എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്. ഒരു ഗുഡ്സിൽ എന്തെങ്കിലും കൊടുത്തിട്ട്, ഒരു പ്രോപ്പർട്ടി, ഒരു ഐറ്റം കൊടുത്തിട്ട് സെല്ല് ചെയ്തിട്ട് യു ക്യാൻ മേക്ക് മണി. ഒരു സർവീസ് നിങ്ങൾക്ക് കൊടുക്കുക. ആ ഐഡിയ പറഞ്ഞു. ഒരു ഫേവർ ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ ഒരു ഹോട്ടലിൽ ഇപ്പം ചെന്നിറങ്ങി ഒരാളുടെ പെട്ടി എടുക്കാൻ പോയി, യു ആർ ഡൂയിങ് എ ഫേവർ. ഓക്കെ, അപ്പം നിങ്ങൾ ടിപ്പ് കൊടുക്കുന്നത്, ദാറ്റ് ഈസ് യു ഗേവ് എ ഫേവർ ആൻഡ് യു ഗോട്ട് എ ടിപ്പ്. ഓക്കെ, ദാറ്റ് വേ യു ഗെറ്റ് ദ മണി. ഓക്കെ, ദർ ആർ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. വാട്ട് ഈസ് ദ നെക്സ്റ്റ് തിങ്? നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ട്യൂഷൻ എടുത്തിട്ട് നിങ്ങളുടെ നോളജാണ് നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുന്നത്. അതൊരു മാർഗ്ഗമല്ലേ? നിങ്ങളൊരു ഇന്നോവേറ്റീവ് ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്ത്, ഒരു ഐഡിയ യു ക്യാൻ സെൽ. അതായത് ഒരു പുതിയ എക്യുപ്മെൻറ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊരു ഒരു സാധനം, നിങ്ങളുടെ ഐഡിയ ആണത്. ബട്ട് ഐഡിയ ഗോട്ട് സംതിങ് വർത്ത്. ആ ഐഡിയ നിങ്ങൾക്ക് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ. അല്ല, നിങ്ങളൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്തു, നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് വർക്കാണ്, അത് നിങ്ങൾ കൊടുത്തു. അങ്ങനെയൊക്കെ ഒരുപാട് സാധനമില്ലേ? അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് പറഞ്ഞ നിങ്ങളൊരു ഗുഡ് സെല്ല് ചെയ്തു, നിങ്ങൾക്ക് പണം കിട്ടി. ബാക്കിയുള്ളതായിട്ടുള്ള വ്യത്യാസം എന്താണ്? ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ സെയിൽസ്. ഒരു നോർമലി ഒരു ബിസിനസ്, അതാണ് ഏറ്റവും ബേസിക് ബിസിനസ് എന്ന് പറഞ്ഞാൽ. ഒരു സാധനം കൊടുക്കുക, കാശ് വാങ്ങുക, ഒരു സെയിൽസ് പോലെയാണ്. മറ്റേതിനകത്തൊക്കെ എന്താണുള്ളത്? ഒരു സം കൈൻഡ് ഓഫ് ഡിഫറൻസ്. നിങ്ങളുടെ ബ്രെയിൻ കുറച്ച് വർക്ക് ചെയ്തു. നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ആലോചിച്ച്. സോ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൺട്രപ്രണർ ആൻഡ് നോർമൽ ബിസിനസ്, അല്ലേ? അപ്പം ഒരു ഓൺട്രപ്രണർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? കുറച്ച് ക്രിയേറ്റീവ് മൈൻഡ് ഉണ്ടാവണം, അല്ലേ? അപ്പം ബേസിക്കലി ഇതൊക്കെ ബിസിനസ്സിൻ്റെ രണ്ട് പോർഷനാണ്. ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദ ബിസിനസ്, രണ്ട് ഓപ്ഷനാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു ഓൺട്രപ്രണർ ആവാം. ഓൺട്രപ്രണർ എങ്കിൽ ഓക്കെ, യു ആർ സ്റ്റാർട്ടിങ് ഫ്രം സീറോ. മനസ്സിലായില്ലേ? അത് അല്ല എന്നെങ്കിൽ ഒരു ബിസിനസ് മാൻ. ഓക്കെ, അത് ജസ്റ്റ് ലൈക്ക് എനി അതർ പ്രൊഫഷൻ. ഓക്കെ, യു ആർ ഡൂയിങ് എ ബിസിനസ്, യു ആർ ഗെറ്റിംഗ് എ റിവാർഡ് ഫോർ ദാറ്റ് വൺ. അവിടെ ദർ ഈസ് നത്തിങ്. സോ ഒരു കൺവെൻഷണൽ സാധനം. ഇപ്പോൾ എഞ്ചിനീയേഴ്സ് ഒരു എഞ്ചിനീയറിങ് കഴിഞ്ഞ്, അല്ലെ ഡോക്ടർ എക്സാം കഴിഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ യു ബിക്കം എൻ എഞ്ചിനീയർ, യു ബിക്കം എ ഡോക്ടർ. ലൈക്ക് ദാറ്റ് യു MBA കഴിഞ്ഞാൽ യു ബിക്കം ഒരു ബിസിനസ്സിൻ്റെ പാർട്ടാവുന്നു. യു ക്യാൻ ഡു എ ബിസിനസ്. ഒരു കൺവെൻഷണൽ സാധനം യു ജസ്റ്റ് ക്യാരി ഓൺ. സെയിം മെത്തേഡിൽ നിങ്ങളിങ്ങനെ പോകുന്നു. അതിനകത്ത് നിങ്ങൾ വലിയ ക്രിയേറ്റിവിറ്റി ഒന്നും അതിനകത്ത് കൊണ്ടുവരുന്നില്ല. മനസ്സിലായില്ലേ? ജസ്റ്റ് മണി എന്നുള്ള സാധനമേ ഉള്ളൂ. അതിങ്ങനെ പോകുന്നു, അതിങ്ങനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ പോകുന്ന ഒരു സിസ്റ്റമാണ്. അതിനകത്ത് എന്താണ്, ഒരു പാഷനോടുകൂടി ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ഒന്നും അതിനകത്ത് നിങ്ങളാക്കുന്നില്ല. നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ഈസ് ജസ്റ്റ് ടു ഗെറ്റ് മണി ഉള്ളി. ബട്ട് ഒരു ഓൺട്രപ്രണർ എന്ന് പറഞ്ഞ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക്, ഇപ്പം നിങ്ങളുടെ പേരൻസ് എങ്ങനെയാണ് വളരെ ബേബി ആയിട്ടിരിക്കുന്ന നിങ്ങളെ ഇങ്ങനെ വളർത്തി കൊണ്ടുവന്ന് നിങ്ങളെ ഇങ്ങനെ ഗ്രോ ചെയ്യിച്ച് കൊണ്ടുപോകുന്ന പോലെ ഒരു ബിസിനസ്സാണ് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞൊരു വ്യക്തി ചെയ്യുന്നത്. അതായത് ഒരു സീറോയിൽ നിന്ന്, ഒരു നട്ട്ഷെല്ലിൽ നിന്ന്, ഒരു പോയിന്റിൽ നിന്ന് അതിനെ, ആ ഐഡിയയെ നിങ്ങളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ബേസിക്കലി ഓൺട്രപ്രണർ. ദാറ്റ് ഈസ് പലപ്പോഴും നമുക്ക് ഓൺട്രപ്രണർ ആൻഡ് ഒരു ബിസിനസ് മാൻ തമ്മിലുള്ള ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്.
അപ്പം നോർമലി ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ യു ഇൻവെസ്റ്റ് സം മണി, യു വാണ്ട് ടു ഗെറ്റ് മോർ മണി ഫ്രം ദാറ്റ് വൺ, ദാറ്റ് ഈസ് ജസ്റ്റ് ബിസിനസ്. ഓക്കെ. ഓണ്ടർപ്രണർ എന്ന് പറഞ്ഞാൽ മിക്കലും പല ഓണ്ടർപ്രണേഴ്സ് ആക്ച്വലി കയ്യിലൊന്നും ഉണ്ടാകത്തില്ല. വെൻ യു സ്റ്റാർട്ട് ദ ബിസിനസ് യു ഹാവ് നത്തിങ് എക്സെപ്റ്റ് ഒരു ഐഡിയ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് യു വാണ്ട് ടു ബിക്കം ആൻ ഓണ്ടർപ്രണർ, യു ഡോണ്ട് ഹാവ് മണി, യു ഹാവ് സം ഐഡിയാസ്, ഹൗ യു വിൽ സ്റ്റാർട്ട്? നിങ്ങൾക്ക് നിങ്ങളുടെ പൈസയൊന്നും ഇല്ല തുടങ്ങാനായിട്ട് ബിസിനസ്, പക്ഷേ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. ഹൗ യു വിൽ സ്റ്റാർട്ട് ബിക്കം ആൻ ഓണ്ടർപ്രണർ? Yeah, tell. So first I will find an investor or someone who is willing, who thinks my idea is good and he would like to invest. If he invests in my idea and it becomes a hit, I get my money back and I get Yeah, a good. new Yeah, that is correct. Okay. അതായത് നിങ്ങൾക്കൊരു ഇൻവെസ്റ്ററെ വേണം. അപ്പോൾ ആ ഇൻവെസ്റ്ററെ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം പോയിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള കൺസെപ്റ്റിന് യു ഹാവ് സം ഐഡിയ ഇൻസൈറ്റ്, ആ ഐഡിയ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ പ്രസൻറ്റ് ചെയ്യണമെന്ന് എങ്ങനെയാണ് നിങ്ങൾ? ഓക്കെ, നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഒരു പേപ്പറിലൊന്നും ആക്കി കൊടുക്കേണ്ട കാര്യമില്ല. ചെന്ന് പറഞ്ഞാൽ മതി ഐ വാണ്ട് ഡു സംതിങ്, പ്ലീസ് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരൻസ് ചെയ്യും. പക്ഷേ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് പോകുമ്പം മേ നോട്ട് ബി ഇറ്റ് ഈസ് പോസിബിൾ. അവർ നിങ്ങൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ ചെയ്യണമെന്നില്ല. ഒരു ഐഡിയ മാത്രം പറഞ്ഞാൽ അവരുടനെ പറയും ഓക്കെ യു മേക്ക് ഇറ്റ് ഇൻ ഒരു റിപ്പോർട്ട് ഫോർമാറ്റിൽ ചെയ്യാൻ പറയും. അത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യമെല്ലാം ഹൗ യു ആർ ഗോയിങ് ടു ഡു, വാട്ട് യു ആർ ഗോയിങ് ടു ഡു, വെൻ യു ആർ ഗോയിങ് ടു ഡു, ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക്, ഹൗ മച്ച് മണി ഇറ്റ് വിൽ യു വിൽ റിക്വയർ. ബേസിക് ചില ആൻസേഴ്സ് ഉണ്ടാവണം ആ പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത്. എന്താണ്? വാട്ട്, വെയർ, വെൻ, ഹൂ, ഹൗ, ഇതിൻ്റെ എല്ലാ ആൻസേഴ്സ് അതിനകത്ത് ഉണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ എവിടുന്ന് തുടങ്ങുന്നു, എവിടെ എൻഡ് ചെയ്യുന്നു, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര പ്രോഫിറ്റ് കിട്ടും, ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിലൊരു ഐഡിയ ഉണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ നടാൻ പോകുന്ന ഒരു ചെടി, ഒരു മാവിൻ്റെ ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവണം. ഈ മാവ് 3 years കൊണ്ട് ഇറ്റ് വിൽ സ്റ്റാർട്ട് ഗിവിങ് മീ മാംഗോസ്, എത്ര മാംഗോ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ സ്റ്റഡി നടത്തണം ആക്ച്വലി. ശരിയല്ലേ? ഇപ്പം നിങ്ങൾക്കൊന്നും അറിയില്ല, ഒരു മാവ് വെച്ച് കഴിഞ്ഞാൽ എത്ര മാംഗോ കിട്ടുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് മെഷേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ChatGPT അടുത്ത് ചോദിച്ചാൽ മതി. ഓക്കെ, ഐ വാണ്ട് ടു പ്ലാന്റ് എ മാംഗോ, ഹൗ മെനി മാംഗോസ് ഐ വിൽ ഗെറ്റ്, എത്ര ടൈം എടുക്കും, അത് വാട്ട് ഈസ് ദ മാർക്കറ്റ് റേറ്റ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തരും. മനസ്സിലായില്ലേ? ബട്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ഹാവ് ആൻ ഐഡിയ. അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പാഷൻ വേണം. ശരിയല്ലേ? നിങ്ങളത് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ ഡിഫറെൻറ്റ് സ്റ്റെപ്സാണ്. നിങ്ങൾ ഓൺട്രപ്രണറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യണം എന്നുള്ള ഒരു പാഷൻ ഉണ്ടാവണം. അല്ലാതെ വേറൊരാൾ നിർബന്ധിച്ച് ചെയ്യേണ്ട സാധനമല്ല ഓൺട്രപ്രണർഷിപ്പ്. നിങ്ങൾ സ്വയം വന്ന് അത് ചെയ്യണം. അപ്പം ഒരു ഐഡിയയെ നിങ്ങളത് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു പാഷൻ നിങ്ങൾക്ക് ഉണ്ടാവണം. അത് ഡെവലപ്പ് ചെയ്യുന്നതിന് തന്നെ ടാലൻ്റ് ഉള്ളവരുണ്ടാവും, ടാലൻ്റ് ഇല്ലാത്തവരുണ്ടാവും. ടാലൻ്റ് ഉള്ളവർക്ക് അത് ബെറ്റർ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ടാലൻറ്റ് കുറഞ്ഞവർ ഒരിക്കലും ഓൺട്രപ്രണർ ആവില്ല എന്നൊന്നുമല്ല, അവർക്ക് കുറച്ചുകൂടെ സ്ട്രഗിൾ കൂടുതലായിരിക്കും. മനസ്സിലായി? ടാലൻ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ് മേലേക്ക് പോകാനായിട്ട്. പിന്നെ എന്താണ് വേണ്ടത്? ഇതിനകത്തൊരു റിസ്ക് ടേക്കിംഗ് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ എന്ത് തുടങ്ങുന്നതിനകത്ത് കാര്യം, ഒരു നോർമലി ഓൺട്രപ്രണേഴ്സിനകത്ത് ഒരു മോർ ദാൻ 90% ഫെയില്യൂവേഴ്സാണ് ആക്ച്വലി. ഈ സ്റ്റാർട്ടപ്പ് കമ്പനീസ് എടുത്തു കഴിഞ്ഞാൽ 100 സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുന്നതിനകത്ത് 90%ഉം ആക്ച്വലി സക്സസ് ആവത്തില്ല. അത് പലപ്പോഴും അത് സക്സസ് ആവാതിരിക്കാനായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ട്. ആ പ്രോജക്റ്റ് പ്ലാനിങ് കറക്റ്റ് ആയിരിക്കത്തില്ല, അതിൻ്റെ റിയലിസ്റ്റിക് ആയിരിക്കത്തില്ല ആ പ്രോജക്റ്റ്, അതിന് പ്രോപ്പർ ഒരു ഗൈഡൻസ് ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ മാർക്കറ്റിന് ആവശ്യമില്ലാത്തതായിരിക്കും. ചിലപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് നേരത്തെ, ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് വേണ്ട പ്രോഡക്റ്റ് നിങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ ആവശ്യം ഉണ്ടാവില്ല. ചിലത് ഓൾറെഡി നിങ്ങൾ ഇറക്കുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ അതിൻ്റെ ഡിമാൻഡ് കഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ പല സാധനമുണ്ട്. അപ്പം നിങ്ങളുടെ പ്രോപ്പർ ഒരു റിസർച്ച് നിങ്ങൾ നടത്തണം. ഇത് എങ്ങനെയാണ് മാർക്കറ്റ് റിസർച്ച് നടത്തി അത് ആവശ്യമുണ്ടോ എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇത് ഇറക്കാനായിട്ട്. അപ്പോൾ ഒരു റിസ്ക് ടേക്കിംഗ് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. ഒരു ഓൺട്രപ്രണർ ആവണമെങ്കിൽ നാളെ ഞാൻ ചിലപ്പോൾ ഫെയിലാവും. അപ്പോൾ നിങ്ങൾ കളിക്കാൻ പോകുമ്പം ചിലപ്പം ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുകയോ അല്ലെ ഫുട്ബോൾ കളിക്കുമ്പോഴോ എല്ലാവരും ജയിക്കില്ലല്ലോ, ഓൺലി 1 ടീം അല്ലേ വിൻ ചെയ്യത്തുള്ളൂ. അപ്പം അവിടെ പോലും ആക്ച്വലി 2 പേരേ ഉള്ളൂ, അതിലൊരാൾ ജയിക്കാം, ഒരാൾ പരാജയപ്പെടാം. പക്ഷേ ബിസിനസ്സിനകത്ത് ഈ ഓൺട്രപ്രണർഷിപ്പിനകത്തൊക്കെ ഒരുപാട് അതിനേക്കാളും കൂടുതലുണ്ട്. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടാവും ചിലപ്പം ഫീൽഡിൽ. അവിടെ നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ യു നീഡ് ടു ഹാവ് എ യുണീക്ക് പാത്ത്. മറ്റുള്ളവർക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പം ഒരു ഫാമിലി ബിസിനസ് ഉണ്ട്. ഇപ്പം ഒരാൾക്ക് നാട്ടിലൊരു ഷോപ്പുണ്ട്,
നിങ്ങളുടെ ഫാദർ ചെയ്തുകൊണ്ടിരുന്ന സാധനം നിങ്ങൾക്ക് പോയിട്ട് നാളെ പോയി തുടങ്ങാം. നിങ്ങൾക്ക് പ്രത്യേകിച്ച് സ്കില്ലൊന്നും വേണ്ട. അച്ഛൻ ഓൾറെഡി ഇട്ട് വെച്ചേക്കുന്ന ഒരു ഷോപ്പിൽ നിങ്ങൾക്ക് പോയി ഇരിക്കാൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അതിനെ ഓൺട്രപ്രണർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം സമ്മൺ എൽസ് സ്റ്റാർട്ടഡ്, യു ആർ ഡൂയിങ് എ ബിസിനസ്, പക്ഷേ ദാറ്റ് ഓൾസോ എ ബിസിനസ്. അതുകൊണ്ട് അത് നിങ്ങളുടെ ഫാദർ ഇട്ട കടയിൽ നിങ്ങൾ പോയി ഇരുന്നു എന്ന് കരുതി അത് നിങ്ങൾ ഓൺട്രപ്രണർ ആവത്തില്ല. അതേസമയം ഫാദർ കൺവെൻഷനലായിട്ട് ചെയ്തൊരു സാധനത്തിനെ നിങ്ങൾ ടേക്ക് ഓവർ ചെയ്തിട്ട് അതിനെ നിങ്ങളുടെ ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഫാദർ ഇട്ടിരുന്ന ഒരു 1000 സ്ക്വയർ ഫീറ്റിലുണ്ടായിരുന്ന ഒരു ഷോപ്പിനെ നിങ്ങളുടെ വിഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇൻ 5 years ഞാൻ ഈ ഷോപ്പ് ഇവിടെ 1000-ൽ നിന്ന് 10,000-ലേക്ക് എത്തിക്കും, ഇതിൻ്റെ 5 ബ്രാഞ്ചസ് ഉണ്ടാവും, ഇപ്പോൾ എൻ്റെ ഈ ഷോപ്പിൽ 5 പേരെ ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്, ഇപ്പോൾ ഉള്ളതിൻ്റെ 10 times ആൾക്കാർ ഇതിനകത്ത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഐ വിൽ ക്രിയേറ്റ്, റവന്യൂ മോഡൽസ് വിൽ ബി ഇൻക്രീസ്, നമ്പർ ഓഫ് പ്രോഡക്ട്സ് വിൽക്കുന്നത് കൂട്ടും. എന്താണ് ഇപ്പം എനിക്കുള്ളത് 100 കസ്റ്റമേഴ്സാണ്. ഇപ്പം എനിക്കൊരു ഷോപ്പുണ്ട്, ഇതിന് ചുറ്റുമുള്ള ഒരു ഐ ആം റണ്ണിങ് ദി ഷോപ്പ് പിന്നെ ഹൗസിംഗ് കോളനി, അവിടെ 100 വീടാണുള്ളത്. ആ 100 വീട്ടിലെ ബിസിനസ്സാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ നിങ്ങളുടെ വിഷൻ എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് ഗോയിങ് ടു ലിമിറ്റ് ഓൺലി ഇൻ ഷോപ്പിൽ മാത്രം ഞാൻ ചെയ്യാൻ പോവല്ല. ഐ ആം ഗോയിങ് ടു ഇൻക്രീസ് മൈ ക്ലയൻറ്റ് സ്ട്രെങ്തിനെ ഞാനൊരു 100-ൽ നിന്നും 1000 ആക്കി കൂട്ടുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ നിങ്ങൾ ഡോർ ഡെലിവറിയിലേക്ക് പോകണം. അതായത് ഇവിടുന്ന് അതിനടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് സാധനം എത്തിക്കുവാനുള്ള പാഴ്സൽ സർവീസ് അത് ഇത് എന്നും പറഞ്ഞ് നിങ്ങൾ തുടങ്ങണം. ചിലതിൻ്റെ ബ്രാഞ്ച് നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് ഓപ്പൺ ചെയ്യേണ്ടി വരും. അങ്ങനെ നിങ്ങൾക്കൊരു വളരെ ക്ലിയർ കട്ട് 5 വർഷത്തെങ്കിലും ഒരു പ്ലാനിങ് ഉണ്ടാവണം. ഇതൊക്കെയാണ് ഓൺട്രപ്രണർക്ക് വേണ്ടത്. അല്ലാതെ വെറുതെ അച്ഛനിട്ട ഷോപ്പിൽ പോയി ഇരിക്കുന്നതുകൊണ്ട് ഞാനൊരു ഓൺട്രപ്രണർ ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അവിടെ നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങോട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ ഓൺട്രപ്രണർ ആവാൻ വേണ്ടി എത്ര ഏജ് വേണമെന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ബാക്കി എല്ലാ ജോബിനും ചില ഏജ് ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. ഇപ്പം ഒരു ഡോക്ടർ ആവാൻ എത്ര ഏജ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. നിങ്ങൾക്കൊരു ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഇന്നത്തെ സിസ്റ്റത്തിനകത്ത് നിങ്ങൾ +2 കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഓൾമോസ്റ്റ് 17 years ആയി. അത് കഴിഞ്ഞ് ഒരു 5 years എടുക്കും നിങ്ങൾ MBBS കിട്ടാനായിട്ട്. ദെൻ അപ്പോഴത്തേക്ക് നിങ്ങൾ എത്രയായി? 22 ആയി. പിന്നെ കോഴ്സ് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. ഹൗസ് ഏജൻസി ചിലപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കത്തില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ 23 years 24 years ഒക്കെ ആവും നിങ്ങൾക്ക് ശരിക്കും പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ബട്ട് ഒരു ഓൺട്രപ്രണർ, അപ്പോൾ എഞ്ചിനീയേഴ്സിന് ചിലപ്പോൾ ഈ 22 years പറ്റും പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ബട്ട് ഓൺട്രപ്രണർ ആവാൻ വേണ്ടി ആക്ച്വലി ദർ ഈസ് നോ ഏജ് ലിമിറ്റ് അറ്റ് ഓൾ. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ ഇതിനകത്ത് 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എത്ര പേരുണ്ടോ? അല്ലെ ഒരു 12 years മാത്രമായ എത്ര പേരുണ്ട് ഈ ഗ്രൂപ്പിൽ? ഹൗ മെനി ഓഫ് യു ആർ ജസ്റ്റ് 12 years? 12 or 13? എനിവൺ ഹിയർ ഈ ഗ്രൂപ്പിൽ? യാ, സീ ഈവൻ 12 years ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നാളെ ഒരു ഓൺട്രപ്രണർ ആവാൻ പറ്റും. നിങ്ങൾക്കൊരു പാഷൻ ഉണ്ട്. ഓക്കെ, നോ, ഗുഡ്. അതുകൊണ്ട് ഏജ് ഒരു പ്രശ്നമേ അല്ല. നിങ്ങൾക്കൊരു ഇപ്പോൾ ഇന്നത്തെ കാലത്ത് AI ഒക്കെ ഉള്ളത് കൊണ്ട് ഓൺലൈനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടൊക്കെ നിങ്ങൾക്കൊരു ഓൺട്രപ്രണർ ആവണമെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആക്ച്വലി പണ്ടത്തെ പോലൊന്നും അല്ല. നമ്മൾ പണ്ട് പറഞ്ഞില്ല ക്രിപ്റ്റോയുടെ അക്കൗണ്ടൊക്കെ തുടങ്ങാൻ പറഞ്ഞില്ല, അതൊക്കെ വെച്ച് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങളുടെ ഐഡിയ കൺവേർട്ട് ചെയ്തിട്ട് ട്രേഡിങ് നടത്താൻ പല മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാരലായിട്ട് മേ ബി ഇന്ന് യു ഡിസൈഡ് ഐ ആം ഗോയിങ് ടു പ്രാക്ടീസ് ആസ് എൻ ഓൺട്രപ്രണർ. അതിനകത്ത് ഒരു ക്രൈമുമില്ല. നിങ്ങൾ വേണമെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 100-ൽ സ്റ്റാർട്ട് ചെയ്യാം. പല ഓപ്ഷൻസ് ഉണ്ട് ആക്ച്വലി. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കൂട്ടത്തിനകത്ത് നമ്മൾ കുക്കിംഗ് പഠിച്ചില്ലേ, പലരും കുക്ക് ചെയ്യാൻ പഠിച്ചില്ലേ? നിങ്ങൾ നല്ല വീട്ടിൽ അമ്മയുടെ കൂടെ നിന്നിട്ട് നല്ല ഹോം മെയ്ഡ് സം സ്നാക്സ് വീട്ടിൽ ഇരുന്ന് നിങ്ങൾ തന്നെ അങ്ങ് ഉണ്ടാക്കുന്ന ഒരു പാഷൻ്റെ പുറത്ത് നിങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് നിങ്ങളൊരു 10 പീസ് കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ നാളെ നിങ്ങൾ ഷെഫ് ആകാൻ പോകുന്നൊരു വ്യക്തിയായിരിക്കാം, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളത് എൻജോയ് ചെയ്ത് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി വരുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ നിങ്ങളുടെ അമ്മയെ അധികം ബുദ്ധിമുട്ടിക്കാതെ ഫസ്റ്റ് ഡേ ചിലപ്പോൾ നിങ്ങൾ അമ്മയുടെ കൂടെ നിന്നൊക്കെ പഠിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഒരു 10 സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്ത് ഒരു ഇതിനകത്ത് കൊണ്ടുവന്ന് ഫ്രണ്ട്സിന് വേണമെങ്കിൽ ഫസ്റ്റ് ഡേ ഫ്രീ ആയിട്ട് കൊടുത്തു. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, ഹൗ ഇസ് ദ ടേസ്റ്റ്? അപ്പോൾ അവർ ഒരു സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുക നാളെ ഞാൻ ഐ വിൽ ബ്രിങ്, ബട്ട് യു നീഡ് ടു പേ മീ 10 rupees അല്ലെ 5 rupees. അവരിപ്പോൾ ഏതായാലും ക്യാൻറ്റീനിൽ പോയിട്ട് സ്നാക്സ് കഴിക്കുമല്ലോ. അപ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടവർ ചിലപ്പം പിറ്റേന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് തന്ന് വാങ്ങും. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 5 rupees ആയിരിക്കും. ബട്ട് വെൻ യു മേക്ക് ഇറ്റ് ആസ് എ ഡിഷ് ആൻഡ് ഗീവ് ഇറ്റ് ടു യുവർ ഫ്രണ്ട്സ് ഓർ സംതിങ്, ഇറ്റ് ബിക്കംസ് 10 rupees
ആൻഡ് ദ പ്രോഫിറ്റ് ഈസ് 5 rupees നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും. അപ്പം 10 പീസ് കൊടുത്താൽ നിങ്ങൾക്ക് 50 rupees ആയി. ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലേ? അപ്പം ഒരു ദിവസം ഒരു ഡിഷ് കൊടുത്തു, നാളെ നെക്സ്റ്റ് ഡേ യു ആർ മേക്കിംഗ് അനദർ ഡിഷ്. സോ സ്ലോലി യു ആർ മേക്കിംഗ് മണി, യു ആർ ലേണിംഗ് ടു കുക്ക്. നിങ്ങൾ നല്ല ഷെഫായിട്ട് നാളെ ചിലപ്പോൾ മാറിയെന്നിരിക്കും. ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് വിത്ത് 10 pieces. അപ്പം കൂടുതൽ ചിലപ്പോൾ ഫ്രണ്ട്സ് വന്ന് പറയും ഓക്കെ വി നീഡ് യുവർ ടേസ്റ്റ് ഈസ് സൂപ്പർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നല്ല ടാലൻറ്റഡ് ആയിട്ടൊരു ഷെഫ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ നിങ്ങൾ അറിയാതെ അത് ഡെവലപ്പ് ചെയ്ത് കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നോ ഐ കനോട്ട് മേക്ക് 50 or 100 ആൻഡ് ഐ കനോട്ട് ക്യാരി ദിസ് മച്ച്, ദ ഡിമാൻഡ് ഈസ് ടു മച്ച്. ദെൻ യു ക്യാൻ ഒരാളിനെ നിർത്തിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ മാത്രമല്ല, യു ക്യാൻ എക്സ്പാൻഡ് ടു അതർ പ്ലേസസ്, ഓൺലൈൻ സെയിൽ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങളൊരു ഓൺട്രപ്രണറായിട്ട് മാറുന്നത്. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ദർ ഇസ് നോ അപ്പർ ലിമിറ്റ്. ഒരു പ്രോഡക്റ്റ് സക്സസ് ആണെങ്കിൽ അതിന് ഒരു അപ്പർ ലിമിറ്റും ഇല്ല, അതങ്ങനെ ഗ്രോ ചെയ്ത് പോകാം. അങ്ങനെയാണ് മില്യനേഴ്സും ബില്യനേഴ്സും എല്ലാം ഫോം ചെയ്യുന്നത്. പക്ഷേ എവറി ബില്യനറുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പോയിന്റിൽ നിന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏരീസ് ഗ്രൂപ്പ്, ഞാനത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ പോക്കറ്റിൽ 50 dirhams മാത്രമേ ഉള്ളൂ. ആ 50 dirhamsനെയാണ് ഇങ്ങനെ വലുതാക്കി ഈ അതൊരു ഐഡിയയെ ആദ്യം കൺവേർട്ട് ചെയ്ത് എടുത്താണ് കൊണ്ടുപോയത്. എൻ്റെ നേരത്തെയുള്ള ചില ഇൻ്റർവ്യൂസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ആ 50 dirhamsൽ നിന്ന് ഇതിലേക്ക് വന്നതെന്നുള്ളത് പറയുന്നുണ്ട്. അത് നിങ്ങൾ സൗകര്യം പോലെ ഇരുന്ന് കാണുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഈ ഒരു ഓൺട്രപ്രണർ ആവണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലുള്ള ഓൺട്രപ്രണേഴ്സ് ആയവരുടെ ബുക്സ് അല്ലെങ്കിൽ അവരുടെ വീഡിയോസ്, ഇത് യു നീഡ് ടു സ്റ്റാർട്ട് വാച്ചിങ്. അത് റീഡ് ചെയ്യുക അല്ലെങ്കിൽ കാണുക. കണ്ട് ഓരോരുത്തർക്കും ഓരോ സ്റ്റോറി പറയാനുണ്ടാവും. ആ സ്റ്റോറിയെ നിങ്ങൾ എൻഹാൻസ് ചെയ്ത് അതിലേക്കൊരു പാഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നാളെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, ആദ്യം ഒരു ലേണിംഗ്, ഒരു പാഷൻ നിങ്ങളുടെ ഉള്ളിലൊരു ആഗ്രഹമാണുള്ളത്. അതിനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ പാഷനെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ ഇതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോറീസ് വായിച്ച് എൻ്റർപ്രണറായി കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കൂ, ഐ ഓൾസോ വാണ്ട് ടു ബിക്കം എ മില്യണർ ഓർ ബില്യണർ എന്ന് പറഞ്ഞുള്ളൊരു പാഷൻ ഡെവലപ്പ് ചെയ്യണം. എന്നിട്ടാണ് നിങ്ങൾക്ക് എവിടുന്ന് ഏത് ഫീൽഡിൽ തുടങ്ങുന്നത്. അവിടെ തൗസൻഡ്സ് ഓഫ് ഫീൽഡുണ്ട്. അപ്പോൾ അതിനകത്ത് എവിടെ തുടങ്ങണം എന്നുള്ളതിടത്താണ് ഈ കരിയർ ഡിസൈൻ പോലൊരു പ്രോസസ്സാണിത്. അത് നിങ്ങളാണ് ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഐഡിയയിൽ കിട്ടും. അവിടെ നിങ്ങൾക്ക് തന്നെ തോന്നും ഇവിടെ ഐ ക്യാൻ ഇൻവെസ്റ്റ്, ഐ ക്യാൻ ഡെവലപ്പ് ഇറ്റ്, എനിക്ക് ഭയങ്കര അതിനകത്ത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അവിടെയാണ് ആ ഒരു ഓൺട്രപ്രണറുടെ ഫസ്റ്റ് ടാലൻറ്റ് കിടക്കുന്നത്. ആക്ച്വലി എങ്ങനെ ഇവിടുന്ന് തുടങ്ങണം, അത് ദൈവം നിങ്ങൾക്കൊരു കഴിവ് തന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലത്ത്, അതാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഏത് സ്ഥലത്ത് പോയിട്ട് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതിനകത്ത് നിങ്ങളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ വരണമെങ്കിൽ അത് ടാലൻ്റ് ഉള്ളൊരു സ്ഥലത്തു നിന്ന് തുടങ്ങാം. അപ്പം ടാലൻറ്റ് വേണം, പാഷൻ വേണം. അതിനകത്ത് ആ ചെയ്യാൻ പോകുന്നതിനകത്ത് യു നീഡ് ടു ലേൺ യുവർ സെൽഫ്. അത് ചിലപ്പം നോളജുള്ള ഒരാളുടെ അടുത്ത് പോയി പഠിക്കണം, ഒരു മെൻറ്ററിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയി പഠിക്കണം. അല്ലെങ്കിൽ യു നീഡ് ടു ലേൺ ഇറ്റ് ഫ്രം ഒക്കെ ഉപയോഗിച്ചിട്ട്, ChatGPT ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ തന്നെ സെൽഫ് ലേണിംഗ് നടത്തിയിട്ട് കുറേ ടൈം അതിനകത്ത് വെച്ച് പഠിച്ചതിന് ശേഷം ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണം. ഓക്കെ, അതോടൊപ്പം തന്നെ യു നീഡ് ടു ഹാവ് ബേസിക്കലി ഓൺട്രപ്രണേഴ്സിനെല്ലാം ഉള്ളൊരു ക്വാളിറ്റി ബേസിക്കലി എന്ന് വെച്ചാൽ അവരെല്ലാം സ്ട്രോങ് മൈൻഡഡ് ആയിരിക്കും മറ്റുള്ളവരെക്കാളും കുറച്ച് കാര്യം. അല്ലാതെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ചെയ്യുമ്പോഴത്തേക്ക് പരീക്ഷയ്ക്ക് ചില കുട്ടികൾ പോയിട്ട് സൂയിസൈഡ് ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളവർക്കൊന്നും പറഞ്ഞേക്കുന്നതല്ല ഓൺട്രപ്രണർഷിപ്പ്. ഓൺട്രപ്രണറായിട്ട് ഇറങ്ങുമ്പം ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ 90% ചിലപ്പോൾ ഫെയിലിയർ ആയിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ അപ്സെറ്റ് ആവരുത്. ഇപ്പം KFC നിങ്ങളൊക്കെ KFC കഴിക്കാറില്ലേ? ആ KFC തുടങ്ങിയ ആൾ എത്രയോ ഹൺഡ്രഡ്സ് ഓഫ് ഫെയിലിയേഴ്സിന് ശേഷമാണ് ഹീ ഡെവലപ്ഡ്. ദാറ്റ് ഓൾസോ ഹീ സ്റ്റാർട്ടഡ് ഒരുപാട് ഏജ് ആയിട്ട് ആണ്, ഒരു സീനിയർ സിറ്റിസൺ ആയതിനു ശേഷമാണ് പുള്ളി അതിലേക്ക് ഇറങ്ങുന്നത് തന്നെ. അതുകൊണ്ട് ഏജ് ഇതിനെ ഒരു പ്രശ്നമല്ല. കൊച്ചു കുട്ടികളായിട്ടുള്ളവർക്ക് തന്നെ തുടങ്ങാം, വലിയ പ്രായമായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. പക്ഷേ അതിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ യു നീഡ് ടു പുട്ട് യുവർ എഫേർട്ട്. അതിനകത്തേക്ക് ഫോക്കസ് ചെയ്ത് ഇറങ്ങണം. വളരെ പിന്നെ ഫിനാൻസ് മാനേജ്മെൻറ്റ്, ഇതിനകത്ത് ഒരു ഓൺട്രപ്രണർക്ക് വേണ്ടത് ഫിനാൻസ് മാനേജ്മെൻറ്റ്. അതിന് നിങ്ങൾ ഫിനാൻസ് മാനേജ്മെൻറ്റ് പഠിക്കാൻ നിങ്ങൾ MBA ഒന്നും പോയി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ബേസിക് അടിസ്ഥാനപരമായിട്ട് വളരെ ബേസിക്കായിട്ട് നിങ്ങളുടെ ലൈഫിലൊരു ഒരു ഫിനാൻസ് മാനേജ്മെൻറ്റ് കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാലും അതൊരു ഫെയിലിയറിലേക്ക് പോകും. അത് ഈവൻ കൺസെപ്റ്റ് നല്ലതൊക്കെ ആണെങ്കിൽ പോലും നിങ്ങളുടെ ഫിനാൻസ് മാനേജ്മെൻറ്റ് ശരിയല്ലെങ്കിൽ, അതായത് ബിസിനസ്സിനകത്ത് എപ്പോഴും ചെയ്യേണ്ടത് 100 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 120 രൂപ തിരിച്ച് കിട്ടണം. ആ 20 രൂപയാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. ഇനി മാർക്കറ്റ് മോശമായി ആ 20 രൂപ കുറഞ്ഞു വരുമ്പോൾ നിങ്ങൾ 100 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 95-90 കുറയ്ക്കാനുള്ള രീതിയിൽ എഫിഷ്യൻസി കൂട്ടിയിട്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കണം പക്ഷേ പ്രോഫിറ്റ് നിങ്ങൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തണം.
എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് നിലനിൽക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് കുറഞ്ഞ് നിങ്ങൾ അവസാനം നെഗറ്റീവിലാവും, നിങ്ങൾ ലോസിലേക്ക് പോകും. അപ്പം ഇതെല്ലാം കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് വ്യക്തമായ ധാരണ ഉണ്ടാവണം. ഈ കാര്യം മാർക്കറ്റിൽ നിങ്ങൾക്ക് പോയിട്ട് വെറുതെ കോസ്റ്റ് കൂട്ടി ഒരു സാധനം കൊടുക്കാൻ പറ്റില്ല. അപ്പം ആ കോസ്റ്റിനകത്ത് നിൽക്കണമെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളും മെയിൻ്റനൻസ് കോസ്റ്റും എല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് അതിന് കൃത്യമായിട്ട് അനാവശ്യമായ ചിലവുകളൊന്നും ഇല്ലാതെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ചെയ്ത് നമുക്കൊരു വിഷൻ ഉണ്ടാവണം. ഈ മാസം ഇത്രയാണെങ്കിൽ അടുത്ത മാസം ഇത്രയാണ്, അതിനടുത്ത മാസം ഇത്രയാണ്, മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്. കാര്യം ഇന്ത്യൻ റുപ്പി ഇപ്പോൾ ഒരു 10 വർഷത്തിന് മുമ്പുള്ള ഇന്ത്യൻ റുപ്പിയുടെ അഗൻസ്റ്റ് ഡോളർ അല്ല ഇന്നുള്ളത്. അപ്പം ഇതിനനുസരിച്ചിട്ട് ഓരോ രാജ്യത്ത് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന രാജ്യത്തെ അല്ലെങ്കിൽ സ്ഥലത്തെ മണിയുടെ ഡീവാല്യുവേഷൻ, അതിൻ്റെ ഫ്ലക്ച്വേഷൻ എത്രയാണ്, എല്ലാ വർഷവും അവിടുത്തെ ഡിമാൻഡ് കൂടുകയാണോ കുറയുകയാണോ, ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിട്ട് വേണം ഇത് സ്കെയിലപ്പ് ചെയ്യാനായിട്ട്. പക്ഷേ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു ആദ്യം ചെറുതായിട്ട് തുടങ്ങുന്നതുകൊണ്ട് ഒരു നല്ലൊരു ഓൺട്രപ്രണറെ സംബന്ധിച്ചോളം ഒരു മുട്ടുസൂചി വിൽക്കുന്നതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തുടങ്ങിയാലും നിങ്ങൾക്ക് ഒരു മില്യണർ ആവാം. അപ്പം ഇന്ത്യ പോലൊരു സ്ഥലത്ത് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരു പ്രോഡക്റ്റ് ഇറക്കുന്നു. ഈ 140 കോടി ആൾക്കാർക്കും യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾ ഇറക്കിയേക്കുന്നത്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് യു ആർ സ്റ്റാർട്ടിങ് ഫ്രം യുവർ വില്ലേജിൽ നിന്ന് ഒരു ചെറിയ പ്രോഡക്റ്റുമായിട്ട് ഇറക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് വീക്കിൽ 100 പേരിലേക്ക് ആ പ്രോഡക്റ്റ് എത്തിക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊരു ചെറിയ സാധനം ഉണ്ടാക്കി 100 പേരിലേക്ക് എത്തിച്ചു. പക്ഷേ ആ എത്തിച്ച 100 പേരിലേക്ക് 100 പേരും ആ പ്രോഡക്റ്റ് അവർക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടിയേക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ് കിട്ടിയേക്കുന്നത്. അപ്പം ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയത് വെറും 1000 രൂപ. 100 പേരിൽ നിന്ന് നിങ്ങൾക്ക് 1000 രൂപീസേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അപ്സെറ്റ് ആവേണ്ട കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പ്രോഡക്റ്റ് ഈ 100 പേരിൽ നിങ്ങൾ കൊണ്ടുപോയ 100 പേരിൽ 100 പേർക്ക് ഇഷ്ടമായി. ഇനി 100 പേർക്ക് ഇഷ്ടമാവേണ്ട. നിങ്ങൾ 100 പേരെ അപ്രോച്ച് ചെയ്തപ്പോൾ അതിൽ 50 പേർക്ക് ഇഷ്ടമല്ല, 50 പേരും റിജക്റ്റ് ചെയ്ത്. എന്നാലും അപ്സെറ്റ് ആവേണ്ട, നിങ്ങൾക്ക് 500 രൂപ കിട്ടിയില്ലേ. ദാറ്റ് മീൻസ് നിങ്ങളുടെ പ്രോഡക്റ്റിന് 50% ഡിമാൻഡുണ്ട് മാർക്കറ്റിൽ. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഇതിനെ സ്കെയിലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ പ്രോഡക്റ്റൊക്കെ ഞാനിപ്പം കൊടുത്ത സർവീസ് എല്ലാ ആഴ്ചയിലും, ഇപ്പം പാലാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും കൊടുക്കണം. ചിലത് നിങ്ങൾക്ക് ഒരാഴ്ച ഉപയോഗിക്കാവുന്നുണ്ടാവും, ചില പ്രോഡക്റ്റ് 1 മാസം ഉപയോഗിക്കാവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ കൊടുത്ത പ്രോഡക്റ്റ് 1 മാസം വരെ ഉപയോഗിക്കാവുന്ന പ്രോഡക്റ്റ് ആയിരിക്കട്ടെ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്ത 100 പേരിൽ 50 പേര് നിങ്ങളുടെ പ്രോഡക്റ്റ് എടുത്തു. 1 മാസം കഴിയുമ്പം വീണ്ടും നിങ്ങളെ അപ്രോച്ച് ചെയ്യും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾക്കൊരു ബേസ് കിട്ടി അവിടെ. ഈ 500 പേരിൽ നിങ്ങൾക്കറിയാം അടുത്ത മാസവും ഐ വിൽ ഗെറ്റ് ഈ 50 ആൾക്കാരിൽ നിന്നും എനിക്ക് 10 രൂപ കിട്ടും വെച്ചിട്ട് 500 രൂപ കിട്ടും. ഒരു പക്ഷേ ഈ ആദ്യം വാങ്ങാതിരുന്ന 500 പേര് ചിലപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി മറ്റുള്ളവർ പറഞ്ഞു കിട്ടും. മൗത്ത് പബ്ലിസിറ്റി കിട്ടിയതിന് ശേഷം അവർ പറഞ്ഞത് ചിലപ്പോൾ ഈ 50 എന്നുള്ളത് അടുത്ത തവണ 60 ആയെന്നിരിക്കും. അതവിടെ നിൽക്കട്ടെ. പക്ഷേ നിങ്ങളുടെ ആ ഏരിയ വിട്ടിട്ട് അടുത്ത ഏരിയയിലേക്ക് ഇത് സ്കെയിലപ്പ് ചെയ്യാതിരിക്കട്ടെ. കാര്യം നിങ്ങൾക്ക് എല്ലായിടും എത്താൻ പറ്റില്ല. നിങ്ങളുടെ അതിനുവേണ്ടി അടുത്തൊരു ബ്രാഞ്ച് ഒരാളെ കൂടെ വെച്ചെന്നിരിക്കും. ഒരു ഫ്രണ്ടിനെ കൂടെ സഹായം കിട്ടി, പുള്ളി 50 എണ്ണം വിറ്റു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്രോഡക്റ്റ് ജസ്റ്റ് ഇമാജിൻ ഒരാളുടെ കയ്യിൽ നിന്ന് 10 രൂപയെ കിട്ടിയുള്ളൂ. 10 ചിലവ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് 10 രൂപ വെച്ചാൽ വെറും ഒരു പീനട്ടാണ്. ബട്ട് ഇമാജിൻ ഇന്ത്യ എന്ന് പറയുന്നൊരു കൺട്രിയിൽ, ഇന്ന് ഇന്ത്യയിൽ ഈ GST ഒക്കെ വന്നതുകൊണ്ട് ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇറക്കിയാൽ ഇന്ത്യയുടെ ഏത് സ്റ്റേറ്റിലും നിങ്ങൾക്ക് ഒരുപോലെ നിങ്ങളുടെ നാട്ടിൽ വിൽക്കുന്ന അതേ കാര്യം തന്നെയാണ് നിങ്ങൾ കാശ്മീരിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി വിൽക്കാവുന്ന സാധനമേ ഉള്ളൂ. അതൊരു പ്രോഡക്റ്റ് ആവാം, അതൊരു സർവീസ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. 140 കോടി പേരും നിങ്ങളുടെ പ്രോഡക്റ്റിന് ആവശ്യമുണ്ടെന്ന് ഇരിക്കട്ടെ. ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു പേസ്റ്റ് ഉണ്ടാക്കി. ആ പേസ്റ്റ് സാധാരണ ഇപ്പോൾ എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്നതാണ് പേസ്റ്റ്, അല്ലെ സോപ്പ്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഒരു കൺസ്യൂമർ ഗുഡാണ്. ആ പേസ്റ്റ് 140 കോടി ആൾക്കാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 50% പേരിൽ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങളുടെ ഒരു സാമ്പിൾ അനാലിസിസ് നിങ്ങൾ നടത്തി. ആദ്യം 100 പേരിൽ ടെസ്റ്റ് നടത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 50%ത്തിലേക്ക് എനിക്കിത് എത്തിക്കാൻ പറ്റും. അതായത് 140 കോടിയിൽ വേണമെങ്കിൽ ഇത് 70 കോടി പേരിലേക്ക് 70 ക്രോസിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഈ 70 ക്രോസിൽ 10 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 700 ക്രോസ് നിങ്ങൾക്ക് കിട്ടത്തില്ലേ? ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തപ്പോൾ അതിന് മറ്റേ ചിലവില്ലായിരുന്നു, നിങ്ങളുടെ അവേഴ്സ് മാത്രമേ സ്പെൻഡ് ചെയ്തുള്ളൂ. നിങ്ങൾ കൂടുതൽ ആൾക്കാരെ വെച്ച് ചെയ്തു പോയപ്പോൾ അവർക്ക് യു നീഡ് ടു സ്റ്റാർട്ട് പേയിങ്.
അവിടെ നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ 50% നിങ്ങൾ എക്സ്പെൻസായിട്ട് കൂട്ടിക്കോട്ടെ, സാലറി ആയിട്ടും ട്രാൻസ്പോർട്ടായിട്ടും ഒക്കെ കൊടുത്തോട്ടെ. എങ്കിൽ പോലും നിങ്ങളുടെ ഈ 700 crore 350 crore നിങ്ങളുടെ പ്രോഫിറ്റ് അല്ലേ. ഇങ്ങനെയാണ് ഒരു ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും നിങ്ങൾ ചിലപ്പം തുടങ്ങിയത് വെറും 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങിയ ഒരു പ്രോഡക്റ്റ് ആയിരിക്കാം. അത് നിങ്ങളുടെ ആദ്യത്തെ മാസം നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയത് 100 പ്രോഡക്റ്റ് ആയിരുന്നു, അല്ല 50 പ്രോഡക്റ്റ് ആയിരുന്നു. 500 രൂപ കിട്ടിയെടുത്തു നിന്നാണ് നിങ്ങൾ ആദ്യം 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 500 കിട്ടിയെടുത്തു നിന്നായിരിക്കും നിങ്ങൾ തുടങ്ങിയത്. പക്ഷേ അത് സ്കെയിലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കത് 350 കോടിയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാനുള്ള ഒരു, അല്ലെ 700 കോടിയിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞു 70 കോടി ആൾക്കാരിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ അവർ 10 രൂപ വെച്ചായിരുന്നെങ്കിൽ 700 കോടി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിൽ 350 കോടി ചിലപ്പോൾ പ്രോഫിറ്റായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതായിരിക്കണം എപ്പോഴും മൈൻഡ് സെറ്റിൽ. ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഒരു നട്ട്ഷെല്ലിൽ ഒതുങ്ങുന്ന ആയിരിക്കരുത് നിങ്ങളുടെ വിഷൻ എപ്പോഴും ഞാൻ നാളെ എവിടെ എത്തും ആ രീതിയിലാണ് തിങ്കേണ്ടത്. അല്ലാതെ ഒരു സാധാരണ സെയിൽസ്മാൻ ആണെങ്കിൽ ഓക്കെ ഇന്ന് എൻ്റെ കയ്യിൽ 50 പ്രോഡക്റ്റ് ഉണ്ട്, എൻ്റെ വൈകിട്ട് ഞാൻ 50 ഞാൻ വാങ്ങിയതിനേക്കാളും 20% 30% വിറ്റു, എൻ്റെ പ്രോഫിറ്റ് കിട്ടും. അവൻ്റെ വിഷൻ അത്രയേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളുടെ വിഷൻ ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ. അതിനെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഊബർ ടാക്സി ഇല്ലേ, ഊബർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്ന ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളൊരു ഓൺട്രപ്രണറാണ്. പക്ഷേ പുള്ളി എന്താ ചെയ്തത്, ഇവിടെ മില്യൺസ് ഓഫ് ആൾക്കാർ വേൾഡ് വൈഡ് ടാക്സി ഓടിച്ചുകൊണ്ട് നടന്ന ഒരു സമയത്താണ് പുള്ളി ഒരു ഐഡിയ ആയിട്ട് കൊണ്ടുവന്നതാണ്. ഇന്ന് ഈ ടാക്സി ഓടിച്ചുകൊണ്ട് നടന്നിരുന്ന മിക്കവാറും എല്ലാവർക്കും സ്വന്തമായിട്ട് ടാക്സി ഉണ്ടാവും. ഒരു ടാക്സി ഉണ്ട്, അയാൾ ആ ടാക്സിയിൽ മാത്രം, അയാളുടെ ഒരു സർക്കിളിൽ മാത്രം ഡെയിലി ബ്രെഡ് ആൻഡ് ബട്ടർ ഉണ്ടാക്കുന്നു. ചിലർ ഹയർ ചെയ്തിട്ട് ചെയ്യുന്നു, വേറൊരാളുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരാൾ പൈസ ഇട്ട് കാർ വാങ്ങും, ഒരാൾ ഓടിക്കും, അവർ തമ്മിൽ ഇത് ഷെയർ ചെയ്യും. അത് ദേവർ ലിമിറ്റഡ് ടു ഒരു കാറ്, അതിന് ചുറ്റും 2 പേര്, അങ്ങനെയായിരുന്നു. പക്ഷേ ഊബർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് സ്വന്തമായിട്ട് ഒരു കാറ് പോലും ഇല്ല. പുള്ളിയുടെ ഐഡിയ ആയിരുന്നു, പുള്ളി ലോകം മുഴുവനുള്ള കാറുള്ള കുറേ പേരെ നെറ്റ്വർക്ക് ചെയ്തിട്ട് അവരുടെ കയ്യിൽ നിന്നൊരു ചെറിയ തുക എടുത്തപ്പോൾ ഹി ബിക്കം എ ബില്യണർ. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയായിരിക്കണം ഓൺട്രപ്രണറായിട്ട് മാറണമെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവണം. അതാ പറഞ്ഞ ഐഡിയ കയ്യിലുള്ളവന് ഒരുപാടൊന്നും കാശ് വേണ്ട ആവശ്യമില്ല. ചിലർക്ക് പൈസ സ്വന്തമായിട്ട് ഉണ്ടാവും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. സോ ദേ ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഒരു 1 നിന്ന് തുടങ്ങുന്നതിന് പകരം ദേ ക്യാൻ സ്റ്റാർട്ട് ഫ്രം 1000. പക്ഷേ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് സക്സസ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ആ 90% ഫെയിലുവർ മാറ്റി ഇത് സക്സസ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു ക്ഷമ വേണം. അതിലേക്ക് എത്താനുള്ള ക്ഷമ വേണം, ഹാർഡ് വർക്ക് വേണം, നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടാവണം. ഇങ്ങനെ ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഇന്ന് ഞാൻ വളരെ റിലാക്സാണ്. ഞാൻ ഒരു ദിവസം ആവറേജ് 8 hours വർക്ക് ചെയ്യത്തുള്ളൂ. 24 hours 1/3 ഞാൻ വർക്ക് ചെയ്യുന്നു. പക്ഷേ തുടങ്ങുന്ന സമയത്ത് ഏരീസൊക്കെ തുടങ്ങുന്ന സമയത്ത് 16 hours ഒരു ദിവസം വർക്ക് ചെയ്യും. കാര്യം ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക്, ഇപ്പം നിങ്ങൾ കൊച്ചു കുട്ടിയായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അമ്മ എത്ര മണിക്കൂർ നിങ്ങളെ നോക്കുന്നുണ്ട്? 24 hours നിങ്ങളുടെ പുറകെയുണ്ട്. കാര്യം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ എടുത്ത് ഇങ്ങനെ 24 hours നോക്കി നിങ്ങൾ കുറേ കഴിയുമ്പോഴത്തേക്ക് അമ്മ 24 hours നോക്കേണ്ടാത്ത അവസ്ഥ വരും. സമയം കുറഞ്ഞ് കുറേ കഴിയുമ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മാറും. നിങ്ങളുടെ കാര്യമേ നോക്കേണ്ട കാര്യമില്ല. ഇതുപോലെയാണ് ബിസിനസ്സും. തുടക്കത്തിൽ യു നീഡ് ടു ഫോക്കസ്. അതിനെ തുടക്കത്തിൽ നിങ്ങൾ എത്ര നേരം നിങ്ങളത് കെയർ ചെയ്യുന്നുണ്ട്, എത്ര വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു ചെടി നിങ്ങൾ വളർന്നു വരുമ്പം തുടക്കത്തിൽ കൊടുക്കുന്ന കെയർ പിന്നെ കാണിക്കണ്ടല്ലോ. അത് വലുതായി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി തരും. നമ്മൾ നേരത്തെ പറഞ്ഞ മാംഗോ നമ്മൾ പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾ വെള്ളം ഒഴിക്കണം. വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് അതിന് സൺലൈറ്റ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതിങ്ങനെ വല്ല ഈ ആടോ ഒക്കെ വന്നിട്ട് ഇത് തിന്നാതിരിക്കാൻ നോക്കണം. അങ്ങനെ അതിനെ കെയർ ചെയ്ത് അതിന് ചുറ്റും വേലിയൊക്കെ കെട്ടി ഇത് കുറച്ച് കഴിഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കീപ്പ് ഓൺ ഗിവിങ് യു മാംഗോസ് എവറി ഇയർ തരും. ഒരു മാംഗോ ട്രീയിൽ നിന്ന് സപ്പോസ് ജസ്റ്റ് ഇമാജിൻ നിങ്ങളിപ്പം നോർമലി നമ്മുടെ വീട്ടിലൊക്കെ മാംഗോ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് വലുതായിട്ട് റവന്യൂ ആയിട്ട് നമ്മളൊന്നും കാണുന്നില്ല. കുറേ എണ്ണം താഴെ വീഴും, കുറേ കിളി ചുവൊക്കെ പോകും. പക്ഷേ ജസ്റ്റ് ഇമാജിൻ നിങ്ങളതിനൊരു ഓൺട്രപ്രണർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഇതാണ്, എൻ്റെ വീട്ടിൽ ഒരു മാവിൽ നിന്നും ഐ ഗെറ്റ് 2000 മാംഗോസ് എവറി ഇയർ. ഇത് ബൾക്കായിട്ട് വാങ്ങാൻ വരുന്ന ആൾ പീനട്ട് തിന്നാൻ വരുന്നത്. പക്ഷേ ഞാൻ ഷോപ്പിൽ നിന്ന് ഈ മാംഗോ എടുക്കുകയാണെങ്കിൽ ഐ നീഡ് ടു പേ, ഓരോ മാംഗോയ്ക്കും ഐ നീഡ് ടു പേ 10 rupees വെച്ച് കൊടുക്കണം. സോ 2000 മാംഗോസ് എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ
ആക്ച്വലി 1 മാംഗോ ട്രീ is provide me 20,000 rupees. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഓക്കെ ജസ്റ്റ് ഇമാജിൻ ഐ ഹാവ് 100 മാംഗോ ട്രീസ്. അപ്പം 20,000 എന്നുള്ളത് 200,000 അല്ല 2 million ആയി അത്. പക്ഷേ നിങ്ങളുടെ പറമ്പിൽ ആകെ ഒരു മാംഗോ ട്രീയേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ ഗ്രോ ചെയ്യാൻ പറ്റും? അപ്പം നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഇപ്പം ഞാനാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് മറ്റു ബിസിനസ്സൊന്നുമില്ല. ഞാൻ ഒരു ഐഡിയ ഇട്ട് ഓക്കെ ഐ ആം ഗോയിങ് ടു ബിക്കം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നമ്പർ 1 മാംഗോ എക്സ്പോർട്ടർ ആവാൻ ഞാൻ പോവുകയാണ്. ഇതെൻ്റെ ഒരു ഐഡിയ ആണ്. എൻ്റെ വീട്ടിലാകെ ഉള്ളൊരു മാംഗോ ആണ്. ഞാൻ ഇവിടുന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഞാൻ ആദ്യം ഒരു ഐഡിയ ഇടും, ഒരു റിസർച്ച് നടത്തും. എങ്ങനെയാണ് ഒരു മാംഗോ എക്സ്പോർട്ടിങ് തുടങ്ങേണ്ടത്? അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഐ നീഡ് ടു ഹാവ് ക്വാളിറ്റി മാംഗോസ് വേണം. അത് പാക്കിംഗ് ഫെസിലിറ്റി ഉണ്ടാവണം. അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അത് വാങ്ങാൻ ആളുണ്ടാവണം. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പോർട്ടിങ്ങിന് പോകുമ്പോൾ ഐ നീഡ് ടു ഹാവ് കണ്ടെയ്നേഴ്സിനകത്ത് നമുക്ക് അയക്കണം. എനിക്ക് വേണ്ടത് എന്താണ് ഒരു 2 million മാംഗോസ് എവറി വീക്ക് എനിക്ക് അയക്കേണ്ട ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. ഈ 2 million മാംഗോസ് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു ഹാവ് ഹൺഡ്രഡ്സ് ഓഫ് മാംഗോ ട്രീസ് വേണം. അതിനൊരു സ്റ്റോറേജ് ഫെസിലിറ്റി വേണം. അതിന് ഫാക്ടറി പോലൊരു സാധനം വേണം. അത് കളക്ഷൻ പോയിൻ്റ് ഇതൊക്കെ വേണം. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? എൻ്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ ആകെ ചെയ്യുന്നത് എൻ്റെ ഒരു റേഡിയസ് ഞാൻ മാർക്ക് ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് ഒരു സൈക്കിളുണ്ട് അല്ലെങ്കിൽ ഒരു ബൈക്കുണ്ട്. ആ ബൈക്ക് വെച്ചിട്ട് ഞാൻ ഇറങ്ങും. എൻ്റെ കയ്യിൽ വേറെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം പോയിട്ട് എൻ്റെ ചുറ്റുവട്ടമുള്ള മാംഗോ ഉള്ള എല്ലാ വീടുകളിലും ചെന്നിട്ട് ഞാൻ പറയും ഐ ആം സ്റ്റാർട്ടിങ് എ ബിസിനസ്, മാംഗോ എക്സ്പോർട്ട് ബിസിനസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. എനിക്ക് താങ്കളുടെ മാംഗോ ക്യാൻ നെക്സ്റ്റ് ഇയർ തൊട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഈ ലൂപ്പിനകത്ത് ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം, ഞാൻ വിറ്റോളാം. വാട്ട് എവർ ഇറ്റ്സ് എ ജോയിൻറ്റ് വെഞ്ചർ പോലെയാണ്. എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ നിങ്ങളിപ്പം വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ പീനട്ടേ കിട്ടൂ. ഞാനിതിനെ ഒരു എക്സ്പോർട്ട് ഇതിൽ ചെയ്യുകയാണ്. അതിനകത്തു നിന്ന് ഐ വിൽ ഗീവ് ദിസ് മച്ച് പെർസെൻറ്റേജ് ഞാൻ തന്നോളാം. സോ ഹീ വിൽ എഗ്രി. കാര്യം ആ വ്യക്തി നോക്കുമ്പം വെറുതെ മിക്കവാറും പോകുന്നതാണ്. ചിലപ്പോൾ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറുതേ കിട്ടത്തുള്ളൂ. അവിടെ ഹീ ഈസ് ഗെറ്റിംഗ് എ ബെറ്റർ ഓഫർ. അങ്ങനെ ഞാൻ ഈ റേഡിയസിനകത്തുള്ള ഒരു 100 അല്ലെങ്കിൽ 1000 മാംഗോസ് ഉള്ള ആൾക്കാരെ കണക്ട് ചെയ്തിട്ട് ഞാനിതെല്ലാം മാർക്ക് ചെയ്യുന്നു. So I know that I have made an arrangement network where ഇത്രയും ഒരു നെറ്റ്വർക്കിനകത്ത് ഒരു 5 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ എനിക്ക് 2 million മാംഗോസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ഇവിടെ ഈ മാംഗോ എനിക്ക് ഒരു സീസണിൽ മാത്രമേ കൊടുക്കാൻ പറ്റൂ. കുറേ കഴിയുമ്പോൾ സീസൺ കഴിയുമ്പോൾ ഇവിടെ എനിക്ക് കൊടുക്കാൻ മാംഗോ ഇല്ല. അപ്പം ആ സമയത്ത് മാംഗോ സീസണുള്ള മറ്റൊരു ഏരിയ ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ നെറ്റ്വർക്ക് എങ്കിൽ മാത്രമേ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരിടത്തേക്ക് മാംഗോ സപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ടു സ്റ്റാർട്ട് വിത്ത് ഞാൻ ആ സീസണൽ ബിസിനസ് മാത്രം ഞാൻ പിടിക്കും. പക്ഷേ എനിക്ക് നാളെ 365 ഡേയ്സും ഇത് മാംഗോ കൊടുക്കാനുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതെൻ്റെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് നാളെ ഞാൻ ഇത് സക്സസ് ആയി കഴിഞ്ഞാൽ ഞാനിനി മറ്റൊരു സെക്ടർ വേറൊരു സീസണിൽ ടൈമിൽ മാംഗോ ഉണ്ടാകുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടെത്തി അവിടുന്ന് കൊടുക്കും. അതിപ്പം കേരളത്തിൽ മാംഗോ ഉണ്ടാകുന്ന സമയത്തല്ല അങ്ങ് സൗത്ത് ആഫ്രിക്കയിൽ മാംഗോ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഡിഫറെൻറ്റ് പ്ലേസിൽ നിന്നും മാംഗോ കണ്ടെത്തേണ്ടി വരും ആ സമയത്ത്. ഇനി വാട്ട് എവർ ഇറ്റ് ഈസ്, ആദ്യം ഞാൻ മാംഗോ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ഇത് കളക്ഷൻ, ഇത് മാങ്ങ പറിക്കാനുള്ളൊരു സംവിധാനം കൂടെ വേണമല്ലോ. അപ്പം ഞാൻ ആ ലൂപ്പിനകത്തേക്ക് ഒന്നെങ്കിൽ എനിക്ക് 2-4 ബംഗാളികളെ കൊണ്ടിട്ട് ഇത് പറിക്കാനുള്ള സംവിധാനം ചെയ്യാം. പക്ഷെ അതിനൊരു ഇൻവെസ്റ്റർ വേണം. അപ്പം ഞാനൊരു ചെറിയ ഇൻവെസ്റ്റർ ചിലപ്പോൾ കണ്ടുപിടിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറിക്കുന്ന ബംഗാളിയായിട്ട് ഞാനൊരു ടൈപ്പ് ഉണ്ടാക്കും. ഞാൻ ഒരു 10 പേരെ കണ്ടു പറയും, നിങ്ങളിത് പറിച്ച് തരിക, നിങ്ങൾ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു പാർട്ടാണ്, ഇതിനകത്ത് നിന്ന് കിട്ടുന്നതിനകത്ത് നിന്ന് ഞാൻ ഇത്ര തരാം. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർ ഒരു അഡീഷണൽ റവന്യൂ ആണ്. അവർ പറയും ഓക്കെ ഞങ്ങളുടെ ഫ്രീ ടൈമിൽ വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ പറിച്ച് തരാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അങ്ങനെ നിങ്ങളിതിനെ പല മോഡൽസായിട്ട് നിങ്ങളുടെ 5 പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ സർവീസ് മാത്രം കളക്ട് ചെയ്ത് ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അവസാനം യു കം ടു എ പോയിൻറ്റ് ദാറ്റ് നിങ്ങളുടെ ഈ മാംഗോ പറിച്ച് പാക്ക് ചെയ്ത് തരാനുള്ളൊരു സംവിധാനം. നിങ്ങൾ ഇനിഷ്യലി ഇത് പല സ്ഥലത്തായിട്ടായിരിക്കും പാക്ക് ചെയ്തെടുക്കുന്നത്. ഇത് കൊടുക്കാനുള്ളൊരു സംവിധാനം നിങ്ങൾ ചെയ്യും. ഇതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നൊരു കമ്പനിയായിട്ട് നിങ്ങൾ ആദ്യം ടൈപ്പ് ഉണ്ടാക്കും. നിങ്ങളുടെ ലൈസൻസ് ഒന്നുമില്ല, നിങ്ങൾ കൊണ്ടുപോയിട്ട് അവരുമായിട്ട് ജോയിൻറ്റ് വെഞ്ചറുമായിട്ട് അവർക്കൊരു പെർസെൻറ്റേജ് പറഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ ഇത് റെഗുലറായിട്ട് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എന്തായി 100 rupees പ്രോഫിറ്റ് വരേണ്ടടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന 30 rupees ആയിരിക്കും. ചിലപ്പോൾ ബാക്കിയെല്ലാം ഈ പല ആൾക്കാർക്കായിട്ട് പോകുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ നിങ്ങൾ മെല്ലെ ഓക്കെ എക്സ്പോർട്ട് ലൈസൻസ് എടുക്കുന്നു, മാങ്ങ പറിക്കാനായിട്ട് ആൾക്കാരെ സ്വന്തമായിട്ട് വെക്കുന്നു, ഇത് കളക്ഷനായിട്ടുള്ള വണ്ടികൾ കണ്ടെത്തുന്നു,
പാക്കിങ്ങിനുള്ള സിസ്റ്റം, ഇങ്ങനെ ഓരോന്നായിട്ട് വരുമ്പോൾ നിങ്ങളിൽ നിന്ന് ഡ്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന 70% നിങ്ങളിലേക്ക് വന്ന് ഈ ബിസിനസ് ഗ്രോ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പേപ്പറിൽ ആദ്യമേ നോട്ട് ചെയ്ത് വെക്കാം. ഇൻ 5 years ഞാൻ ഈ 30%-ൽ നിന്നും 100%-ലേക്ക് വരും. ഇതുപോലെ തന്നെ സീസണൽ ബിസിനസ്സിൽ നിന്നും ഐ വിൽ ബിക്കം ഒരു 365 days നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് വരും. അപ്പം ഇങ്ങനെ ഇതിനെ വലുതാക്കിക്കൊണ്ടുവരാം. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടില്ല എങ്ങനെയാണ് വെറും ഒരു ഐഡിയ ആയ ഒരു മാംഗോ, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു മാംഗോ ട്രീയിലെ മാംഗോ വെച്ചിട്ട് നിങ്ങൾ ഒരു മില്ലറാകാൻ പറ്റുന്നതെന്ന് വല്ല ഐഡിയയും കിട്ടി? ആർക്കെങ്കിലും ഒരു ഐഡിയ കിട്ടിയെങ്കിൽ ഒന്ന് ബ്രീഫ് ചെയ്യാമോ? ഞാൻ പറഞ്ഞതിന് ഒരു വളരെ ഷോർട്ടായിട്ട് മനസ്സിലായ ഒരാളെന്ന് പറയാമോ? So basically, you explain like basically an entrepreneur can start their business at very low prices. ഇപ്പൊ എക്സാമ്പിൾ എന്ന മാംഗോയുടെ ഇത് ഇപ്പൊ മാംഗോ മാത്രം എടുത്താൽ പോരാ, നമുക്ക് അതിനു വേണ്ടി അത് പാക്കേജിങ്, അത് എക്സ്പോർട്ടിങ്, അതിനായിട്ടുള്ള ബേസിക്സ് നമ്മൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്രോബ്ലം സോൾവിങ് നമ്മൾ കണ്ടുപിടിക്കണം, ഒരു ആൻസർ കണ്ടുപിടിക്കണം എല്ലാത്തിനും. ഇതെല്ലാം കൂടെ ഒരു ഓൺട്രപ്രണർ ഇതുപോലെ ഒരു സാധനം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇത് ചെയ്യണമെങ്കിൽ if he wants to trade it across the globe, ഇയാൾക്ക് എല്ലാ ഇതും വേണം. ഓൾ ദ ബേസിക്സ്, എക്സ്പോർട്ടിങ്, ഇങ്ങനെ ഇപ്പൊ ഇത് അഡ്വർടൈസ്മെന്റ് വരെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഗുഡ്. നമ്മൾ ഇത് ഇനി ഇതിനിപ്പം പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ്, ഇപ്പം പറഞ്ഞു തരുന്നത് അഡ്വർടൈസ്മെൻറ്റ്. ഏത് പ്രോഡക്റ്റിൻ്റെയും വലിയൊരു സക്സസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ്, ബ്രാൻഡിങ് ഒക്കെ ഇതിനകത്ത് വരുന്ന സാധനമാണ്. കാര്യം നിങ്ങൾ എൻട്രി ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ഒരു സാച്ചുറേറ്റഡ് മാർക്കറ്റിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണ്. മനസ്സിലായില്ലേ? ഓൾറെഡി കുറേ പ്ലെയേഴ്സ് അവിടെ നിന്ന് പ്ലേ ചെയ്യുമ്പോഴത്തേക്കാണ് നിങ്ങൾ ഇറങ്ങുന്നത്. അവിടെ നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്, അവിടെയാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു യുണീക്നെസ് ഉണ്ടാവണം. അപ്പോൾ യുണീക്നെസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കൺസ്യൂമർ നോക്കുന്നത് എന്താണ്? ക്വാളിറ്റിയാണ്. എനിക്കൊരു മാംഗോ കിട്ടുമ്പോൾ എനിക്ക് വേണ്ടത് ബെസ്റ്റ് ക്വാളിറ്റിയാണ്. അപ്പം നിങ്ങൾ കൊടുക്കുന്ന മാംഗോ ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കണം എന്നുള്ളത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി മാംഗോയാണ്, പക്ഷേ നിങ്ങളിൽ മാത്രം ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇറ്റ് ഷുഡ് ഗോ ടു ദ ബ്രെയിൻ ഓഫ് ദ കൺസ്യൂമർ. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയാണ് ബ്രാൻഡിങ് വരുന്നത്. ഈ പ്രോഡക്റ്റ് മറ്റു പ്രോഡക്റ്റിനേക്കാളും നല്ലതാണ്, ഇത് ഓർഗാനിക് മാംഗോ ആണെന്നുള്ള രീതി. കാര്യം സാധാരണ മാംഗോസിനൊക്കെ ഉള്ള പ്രശ്നം എന്താണ്? ഈ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എല്ലാ മാംഗോയും ഒരേ കളറിലിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഏതെങ്കിലും മാവിൽ നിങ്ങളുടെ വീട്ടിലെ മാംഗോ എല്ലാം ഒരേപോലെ ഒരേ കളറിൽ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് എല്ലാ മാംഗോയും ഒരുപോലെ ഈ ഷോപ്പിലിരിക്കുമ്പോൾ ഒരേ കളറിൽ പഴുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? അവർ അമോണിയയ്ക്കകത്തും മറ്റും വെച്ചിട്ട്, അതായത് ആർട്ടിഫിഷ്യലായിട്ട് ഇത് മാർക്കറ്റിൽ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിനെ ചില റൂംസിൽ വെച്ചിട്ട് ഈ എക്സ്റ്റേണൽ കെമിക്കൽസ് വെച്ചിട്ടാണ് ഇത് 2 days കഴിഞ്ഞ് തുറന്നു കഴിയുമ്പോൾ ഇത് എല്ലാം ഒരേ കളറിലിരിക്കും. പക്ഷേ ഇതിൻ്റെ സർഫസ് മുഴുവൻ ഈ കെമിക്കൽസ് അംശം ഉണ്ടാവും, മൈക്രോബ്സ് ആയിട്ട് ഇതിൻ്റെ പുറത്തെല്ലാം ഉണ്ടാവും പല കാര്യം. ഇത് നിങ്ങളറിയാതെ എടുത്ത് കഴിക്കും. നിങ്ങൾ വിചാരിക്കും മാംഗോ നല്ല സാധനമെന്ന് കഴിക്കുന്നത് വിത്ത് അതിൻ്റെ സ്കിന്നോട് കൂടി ചിലപ്പോൾ കഴിക്കും. ചിലത് ഇത് പെനട്രേറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഡാമേജ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് പല ജനറ്റിക് ഡിസോർഡേഴ്സ് വരെ ക്രിയേറ്റ് ചെയ്യാവുന്ന ചാൻസുകളുണ്ട്. അപ്പം നിങ്ങൾ ഇതിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ മാംഗോ ഒറിജിനലാണ്, നാച്ചുറലാണ് എന്നും പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ആദ്യം ഇത് വിറ്റ് തുടങ്ങുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് അങ്ങനെ നല്ല ഒരു മാംഗോ കിട്ടുന്ന, ഞാൻ കൺസ്യൂമറാണ്, എനിക്ക് നല്ല മാംഗോ ഇന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ബ്രാൻഡ് നെയിം കൊടുക്കണം ആദ്യം. ആദ്യത്തെ കാര്യം എന്താണ്? നിങ്ങളിത് ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യം നിങ്ങളൊരു കമ്പനി രജിസ്റ്റർ ചെയ്യണം. കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പാടുന്നില്ല. അതാണ് നിങ്ങൾക്ക് വേണം നാളെ തുടങ്ങാം. നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സിൽ നിങ്ങൾക്ക് ChatGPT കയറിയിട്ട് വെറുതെ ചോദിക്കാം, ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ കമ്പനി, ഐ നീഡ് ടു രജിസ്റ്റർ എ കമ്പനി ഇൻ മൈ ഹോം അഡ്രസ്, പ്ലീസ് ഗൈഡ് മീ എന്ന് പറഞ്ഞാൽ 1 2 3 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ഗൈഡ് ലൈൻ കിട്ടും. നിങ്ങൾ നാളെ പോയിട്ട് നിങ്ങളുടെ പേരിൽ വേണമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫാദറുമായിട്ടൊരു പാർട്ണർഷിപ്പിലോ വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങളൊരു കമ്പനി നാളെ രജിസ്റ്റർ ചെയ്യൂ. നിങ്ങൾ മാംഗോ ബിസിനസ് എന്തെങ്കിലും ഒരു സെയിൽസ് ഇതുപോലെ തുടങ്ങിയാൽ മതി. ഒരു ക്രിയേറ്റീവ് ഐഡിയ വെച്ചിട്ട് തുടങ്ങുക. നിങ്ങൾ പറയുന്നതാണ് ഇത് ഒറിജിനൽ സാധനം. അതിപ്പം ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന 99% സാധനവും പെസ്റ്റിസൈഡ്സും കെമിക്കൽസും ഉള്ള സാധനങ്ങൾ. നിങ്ങളിപ്പോൾ കറി പൗഡർ, ഏത് കറി പൗഡർ എടുത്താലും അതിനകത്ത് പ്രിസർവേറ്റീവ് ചേർത്തിട്ടാക്കുന്നത്. ഏത് ഓയിൽ എടുക്കൂ, പ്രിസർവേറ്റീവ് ചേർത്ത് ഉണ്ടാക്കുന്നത്.
ഇതിന് നിങ്ങൾ ഓർഗാനിക് കളർ കൊടുത്തുകൊണ്ട് ഒന്നും വേണ്ട. നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് സാധാരണ കൊപ്ര എടുത്ത് ഒരു കെമിക്കലും ആഡ് ചെയ്യാതെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു 10 കസ്റ്റമേഴ്സിനെ എടുത്ത് വെളിച്ചെണ്ണ മാത്രം ആട്ടി ഒറിജിനൽ, ഇതിനകത്ത് ഒരു പ്രിസർവേറ്റീവ് ഇല്ല, ഓയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആൾക്കാർ വാങ്ങും. കാര്യം ഇന്ന് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന എല്ലാ കോക്കനട്ട് ഓയിലും അതിനകത്ത് പ്രിസർവേറ്റീവ് ചേർത്തിട്ടാണ് വാങ്ങുന്നത്. അതെല്ലാം നമുക്ക് കേടാണ്. നമ്മുടെ കിഡ്നിക്ക് പ്രോബ്ലമാണ്, നമ്മുടെ ലിവറിന് പ്രോബ്ലമാണ്, നമുക്ക് പല അസുഖങ്ങളും വരുന്ന ഇതാണ്. അപ്പോൾ നിങ്ങൾ ഈ ആദ്യം ഇനിഷ്യലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും കൊപ്ര എടുത്ത് ആട്ടിട്ട് കൊടുക്കുന്ന ഒരു ഓയിലാണ്. അതുപോലെ തന്നെയാണ് ഈ മാംഗോയുടെ സാധനം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിനെ പിന്നെ നിങ്ങൾ ബ്രാൻഡ് ചെയ്യുന്നു. ആദ്യം നിങ്ങളുടെ കസ്റ്റമേഴ്സ് വളരെ ലിമിറ്റഡ് ആയിരിക്കും, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് പേരായിരിക്കും. പക്ഷേ നാളെ അവർ തന്നെ പറഞ്ഞിട്ട് അവരുടെ ഫ്രണ്ട്സ് വരും. അവർ മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് മിക്കവാറും എല്ലാ സർവീസും എല്ലാ പ്രോഡക്റ്റും ഭയങ്കരമായിട്ട് വിജയിക്കുന്നത്. ഓഫ് കോഴ്സ് ഇപ്പം പെപ്സി കോളയൊക്കെ മൗത്ത് പബ്ലിസിറ്റി വെച്ചിട്ടല്ല, അത് പരസ്യം ഇങ്ങനെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഇങ്ങനെ അടിച്ച് കയറ്റി നിങ്ങൾ ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് കാണുമ്പോൾ അറിയാതെ കൈ എവിടേക്ക് പോകുന്നതാണ്. പക്ഷേ അതിനുവേണ്ടി ഹ്യൂജ് മണി നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ള വെഞ്ചറിൽ നിങ്ങൾ പോകുന്ന ഒരാൾക്ക് അതിനുള്ള മണി കാണത്തില്ല. അപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ഒരു പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്ത് എൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത ഇതാണ്, എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അച്ചാറാണ് ഞാൻ വിൽക്കുന്നത്, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഇന്ന സാധനമാണ്, അതിനകത്ത് ഒരു സാധനമില്ല, എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന അതേ ഹോംലി സാധനമാണ് ഞാൻ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇറക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പറമ്പിലുള്ള ഒരു കാര്യം, ഇതിനകത്ത് ഞങ്ങൾ ഫുർഡാൻ ചേർക്കുന്നില്ല, ഒന്നും ചേർക്കുന്നില്ല, ഞങ്ങൾ പറിച്ച് വീട്ടിൽ കഴിക്കുന്ന അതേ സാധനമാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റിന് 10% വില കൂടിയാലും ആൾക്കാർ വാങ്ങും. കാര്യം ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കൺസ്യൂമർ മാർക്കറ്റ് ഉണ്ട് ആക്ച്വലി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തിലേക്ക് വേണേലും ഇറങ്ങാം. അവിടെയാണ് ഈ സക്സസ്. അതായത് ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചുള്ള ആ പ്രോഡക്റ്റ് ഇനീഷ്യലി വിറ്റതല്ല ഒരു 5 years കഴിയുമ്പോൾ ഉള്ളത്. അതിനെ ഇങ്ങനെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരു ലാഡറിൽ ഇങ്ങനെ കയറി പോകുന്ന പോലെയാണ്. അത് മാർക്കറ്റിൻ്റെ സൈസ് കൂടും, കൺസ്യൂമേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ സൈസ് കൂടും, അവർ വാങ്ങുന്ന ക്വാണ്ടിറ്റി കൂടും. നിങ്ങളുടെ കയ്യിൽ നിന്ന് പണ്ട് 1 കിലോ വാങ്ങിച്ചുകൊണ്ടിരുന്ന ആൾ ചിലപ്പോൾ 2 കിലോ ആക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബിസിനസ് ഡബിളായി. നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഡബിളാകുമ്പം നിങ്ങളുടെ ബിസിനസ് വീണ്ടും ഡബിളായി. നിങ്ങളുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ കൂടുമ്പം നിങ്ങൾ ഒരു സ്റ്റേറ്റിലായിരുന്നത് 2 സ്റ്റേറ്റ് ആകുമ്പോൾ നിങ്ങൾ വീണ്ടും കൂടി, അത് 2 കൺട്രിയിലേക്ക് പോകുമ്പം ഒരുപാട് കൂടി. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ പിന്നെ നമ്പർ ഓഫ് പ്രോഡക്ട്സ് നിങ്ങൾ കൂട്ടുകയാണ്. നിങ്ങൾ സ്റ്റാർട്ടഡ് വിത്ത് 1 പ്രോഡക്റ്റ്, ദെൻ അത് കൂടുതൽ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ. ഇപ്പോൾ ഒരു സോപ്പ് ഇറക്കിയപ്പം ആദ്യം ഒരു ബ്രാൻഡ് സോപ്പ് ഇറക്കി, പിന്നെ നിങ്ങൾ ബ്രാൻഡുകളുടെ ഇപ്പം വലിയ ആൾക്കാർക്ക് വേണ്ടി ഒരു സോപ്പ്, ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഒരു സോപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് സാധനങ്ങൾ ഇറക്കി. അതൊക്കെ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ടാണ് നിങ്ങൾ ഇതിങ്ങനെ കൂട്ടി വരുന്നത്. അപ്പോൾ ഒരു ഓൺട്രപ്രണർ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ് ഒരിക്കലും നിർത്തുന്നില്ല. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് ആലോചിക്കണം. അപ്പം അതിന് നമ്മളൊക്കെ പറയുന്നത് കോർപ്പറേറ്റ് മെഡിറ്റേഷൻ എന്ന് വേണേൽ പറയാം. അത് രാവിലെ എണീറ്റിരുന്ന് ഒരു 10 മിനിറ്റ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ഇന്ന് എന്താ ചെയ്യേണ്ടത്, എൻ്റെ പ്രോഡക്റ്റ്, എൻ്റെ സർവീസ് എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റും. ഇന്നലെ വരെ പോയതുപോലെ അല്ല, ഇന്ന് എനിക്ക് അതിനകത്ത് എന്തെങ്കിലും പുതുതായിട്ട് ആഡ് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു ഐഡിയ വരും. ആ ഐഡിയ എടുത്ത് ഇട്ടിട്ട് അതിനെ മെല്ലെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വരുമ്പം നിങ്ങളുടെ ബിസിനസ് കൂടും. അപ്പം ഒരു ഓൺട്രപ്രണർ എന്ന് വെച്ചാൽ നല്ലൊരു ക്രിയേറ്റീവ് പേഴ്സൺ ആയിരിക്കണം, ഹാർഡ് വർക്കർ ആയിരിക്കണം, വളരെ സിൻസിയർ ആയിരിക്കണം. എനിക്ക് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ വേറെ രീതി എടുക്കാം. നമ്മൾ പറയാതിരുന്നത്, എനിക്ക് നിങ്ങളെ തോക്ക് കാണിച്ചിട്ട് പേടിപ്പിച്ചിട്ട് എടുക്കാം, നിങ്ങളെ പറ്റിച്ചിട്ട് എടുക്കാം. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഞാൻ പറയാം, എനിക്കൊരു 10 രൂപ ഇങ്ങോട്ട് തരൂ, ഞാൻ വൈകിട്ട് 20 രൂപ തരാമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് തരാതിരിക്കുക. നിങ്ങളെ പറ്റിച്ചൂടെ? പക്ഷേ എത്ര ദിവസം എനിക്ക് പറ്റിക്കാൻ പറ്റുമോ? എനിക്ക് ഒരു തവണ നിങ്ങളെ പറ്റിക്കാം. വേണമെങ്കിൽ നാളെ കൂടെ പറയും. ഞാൻ വൈകിട്ടാകുമ്പോൾ പറയും, അയ്യോ എനിക്ക് ഇന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ പൈസ ഉദ്ദേശിച്ചില്ല, നാളെ ഒരു 10 രൂപ എടുത്തത് ഞാൻ നാളെ അത് 30 രൂപയായിട്ട് തരാൻ. നിങ്ങൾ ചിലപ്പോൾ ഒരിക്കൽ കൂടെ പറ്റിക്കപ്പെടും. പക്ഷേ എനിക്ക് എല്ലാ ദിവസവും നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. അപ്പം ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രണറുടെ ആദ്യത്തെ ക്വാളിറ്റി എന്ന് വെച്ചാൽ സത്യസന്ധതയായിരിക്കണം. ആ കാര്യം വളരെ സിൻസിയർ ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളെ വിട്ടു പോകാതിരിക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിരിക്കണം. അപ്പം കസ്റ്റമറെ ടേക്ക് കെയർ ചെയ്യണം. നിങ്ങളുടെ സ്വന്തം ആളാണ്. കസ്റ്റമർ ഈസ് ദ കിങ്. അപ്പം അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുക്കണം. അവരുണ്ടെങ്കിൽ ഹീസ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ തരുന്ന, എൻ്റെ സർവൈവൽ ഡിപ്പെൻഡ്സ് ഓൺ മൈ കസ്റ്റമർ എന്നുള്ള ഫീൽ വന്നാലേ ഞാൻ ആളെ റെസ്പെക്റ്റ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങൾ തുടക്കത്തിൽ ഒറ്റയ്ക്ക് തുടങ്ങിയ കാര്യം കുറേ കഴിയുമ്പോൾ നിങ്ങളോടൊപ്പം എംപ്ലോയീസ് മറ്റുള്ളവർ വരും. അവരെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യണം. മനസ്സിലായില്ലേ? അവരെ ടേക്ക് കെയർ ചെയ്യണമെങ്കിൽ അവർ നാളെ നിങ്ങളെ വിട്ടുപോകും. നിങ്ങളുടെ ബിസിനസ് പ്രൊഡക്ഷനെ അഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ അവർ പോകുന്നത് നിങ്ങളുടെ ബിസിനസ്സും കൊണ്ടായിരിക്കും. അവർ പോയിട്ട് വേറെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇതെല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം.
നിങ്ങളുടെ അതായത് നിങ്ങളൊരു നിങ്ങളുടെ EQ എന്ന് പറയും, എമോഷണൽ ക്വോഷ്യന്റ് വളരെ ഹൈ ആയിരിക്കണം. അവരുടെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്ത് ടേക്ക് കെയർ ചെയ്ത് കസ്റ്റമേഴ്സും നിങ്ങളുടെ എംപ്ലോയീസും എല്ലാവരും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാണ്. ഇതൊക്കെ ഓൺട്രപ്രണർക്ക് വേണ്ട ചില ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. അല്ലാതെ വെറും ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം ഇതൊന്നും പ്രശ്നമില്ല. അവർക്ക് സാധനം കൊടുത്തു, എൻ്റെ കയ്യിലൊരു പ്രോഡക്റ്റ് 10,000 റുപ്പീസിൻ്റെ പ്രോഡക്റ്റ് ഇന്ന് രാവിലെ ഉണ്ട്, വൈകിട്ട് എനിക്ക് 11,000 കിട്ടിയാൽ ഞാൻ കൊടുത്തു പോയി. ഐ ഹാവ് നോ കമ്മിറ്റ്മെൻറ്റ് അറ്റ് ഓൾ. അവരത് വെച്ചിട്ട് പോസ്റ്റ് ഡെലിവറി സർവീസിനെ കുറിച്ച് ഐ ആം ലീസ് ബോതേഡ്. എൻ്റെ ജോബ് ഞാൻ വിറ്റു, പ്രോഫിറ്റ് എടുത്തു, കഴിഞ്ഞു. I have no more commitment towards my customers thing. My commitment is only to my investors or something. എന്നെ ഏൽപ്പിച്ച ജോബ് ഞാൻ ചെയ്തു, ഇത്രയേ ഉള്ളൂ. നോർമലി ബിസിനസ് പീപ്പിളൊക്കെ അവർക്ക് ഇമോഷണൽ ക്വോഷ്യൻ്റൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് ഇതിനേക്കാളൊക്കെ ഒരുപാട് മാറി തിങ്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങൾ ഇപ്പോൾ ഉള്ള പലർക്കും ഇതൊരു ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നാളെ തന്നെ എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാം. എല്ലാവരും സക്സസ് ആവണമെന്ന് ഞാൻ പറഞ്ഞില്ല. കാര്യം ഞാൻ പറഞ്ഞു 90% സ്റ്റാർട്ടപ്സും ഫെയിലുവേഴ്സാണ്. അതുകൊണ്ട് നിങ്ങൾ ഡെസ്പ് ആവണ്ട. നിങ്ങളുടെ ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിലായെന്ന് കരുതി അടുത്ത ഒരെണ്ണം ട്രൈ ചെയ്യുക. പക്ഷേ ട്രൈ ചെയ്ത ഒരാൾ മാത്രമേ ഓൺട്രപ്രണർ ആവൂ, അല്ലാതെ ലോട്ടറി അടിച്ചിട്ട് ആരും ഓൺട്രപ്രണർ ആവില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മളുടെ കരിയർ ഡിസൈൻ്റെ ഭാഗമായിട്ട് ഇതിൽ പലരും നാളെ ഓൺട്രപ്രണർ ആവേണ്ടതാണ്. പക്ഷേ പലരും ആവാതെ പോകുന്നത് ഇവരാരും ലൈഫിൽ ട്രൈ ചെയ്യാത്തതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ലെസ് ദാൻ 1% ആൾക്കാരെ പിന്നീട് അത് ഓൺട്രപ്രണറായിട്ട് ശരിക്കും പിന്നീട് അറ്റ് ലേറ്റസ്റ്റ് സ്റ്റേജിൽ ശ്രമിക്കത്തുള്ളൂ. അതല്ല, പക്ഷെ നമ്മളുടെ ടീമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ട്രൈ നടത്താവുന്നതാണ്. ട്രൈ നടത്തി കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. കാര്യം ഇതിനകത്ത് പിന്നെ എൻ്റെ ഓഫ് ദ ഡേ ഈ എഫേർട്ട് ഇതൊക്കെ ഇട്ടാലും ഒരു ലക്ക് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്. ചിലർക്ക് ലക്ക് കാരണം നിങ്ങളുടെ സാധനം പുറകിലാണെങ്കിലും ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ നിങ്ങളുടെ ആ ലക്ക് കാരണം നിങ്ങളുടെ ആ വെഞ്ചർ ഭയങ്കരമായിട്ട് അങ്ങ് സക്സസ് ചെയ്യും. ചിലത് ബാഡ് ലക്ക് കാരണം ചില ഏറ്റവും നന്നായിട്ട് വരുന്ന സാധനം കൊളാപ്സ് ചെയ്തെന്നിരിക്കും. കാര്യം ഒരു നന്നായിട്ട് പോകുന്ന സാധനം പെട്ടെന്നൊരു ഫയർ വന്ന്, നിങ്ങളുടെ ഒന്നും കുഴപ്പമില്ല, എല്ലാം നന്നായിട്ട് പോയി, ആ ഫയർ വന്ന് എല്ലാം പോയില്ലേ. അപ്പം അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സർട്ടൻ ഫേറ്റ് അത് ബാക്ക് ഫയർ ചെയ്യും. എന്നിരുന്നാലും നിങ്ങൾക്ക് ചെയ്യാവുന്ന സാധനം ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ വെറുതെ മനസ്സിൽ കാണുക, ഓക്കെ ഐ വാണ്ട് ടു ബിക്കം ആൻ ഓൺട്രപ്രണർ. വെറുതെ അതിന് ദർ ഇസ് നത്തിങ് ടു ലോസ്. ഓക്കെ എനിക്കൊരു ബ്രാൻഡ് നെയിം വേണം. അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു പേര് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ പല നിക് നെയിം കൊടുക്കാറില്ല. അതുപോലെ നിങ്ങളുടെ പ്രോഡക്റ്റിനോ അല്ലെ നിങ്ങളുടെ സർവീസിന് ആ ബിസിനസ്സിന് ഒരു പേര് നിങ്ങൾ വെറുതെ ഒരു ബ്രാൻഡ് നെയിം കൊടുക്കുക. എന്നിട്ട് ChatGPT കയറി നോക്കുക എനിക്ക് എങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാം. അത് അന്നൊരു ഗൈഡ് ലൈൻ എടുത്ത് അത്യാവശ്യം വായിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് യു ക്യാൻ ഗോ ടു ഇപ്പോൾ ഉള്ളൊരു നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഓൺട്രപ്രണർ അടുത്ത് പോയിട്ട് നിങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയത്, എൻ്റെ ഐഡിയ ഇതാണ് എന്ന് പറഞ്ഞ് കുറച്ച് ഗൈഡൻസ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവരിൽ നിന്ന് എടുക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് ഒരു ചെറിയ വെഞ്ചർ എന്തെങ്കിലും തുടങ്ങുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ എടുക്കുക. നിങ്ങൾക്ക് ചിലർക്ക് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനമായിരിക്കാം, ചിലർക്ക് സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും, ചിലർക്ക് മാനുഫാക്ചറിങ് അതായത് വീട്ടിലെ പറമ്പിൽ തന്നെ വല്ലതും കൃഷി ചെയ്തിട്ടുള്ള സാധനമായിരിക്കാം, ചിലർക്ക് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു സർവീസ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ കൊടുത്തിട്ട് ഒരു ചെറിയ സാധനം തുടങ്ങുന്നു. മനസ്സിലായില്ല? അപ്പോൾ അതിന് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ യു സ്റ്റാർട്ട്. നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാതെ നിങ്ങളുടെ പേരൻറ്റ്സ് അല്ലേ പറയുക ഐ നീഡ് ആൻ ഇൻവെസ്റ്റർ, ഓക്കെ നമുക്ക് ജോയിൻറ്റ് വെഞ്ചർ ഗീവ് മീ, ഓക്കെ എൻ്റെ കമ്പനി ഇതാണ്, കമ്പനിക്കകത്ത് ഐ വിൽ ഗീവ് യു 25% ഷെയർ. അച്ഛൻ്റെ അടുത്ത് എന്നാണ് പറയുന്നത്, എനിക്ക് ഞാൻ 25% ഷെയർ തരാം, എനിക്കൊരു 1,000 റുപ്പീസ് തരിക. ഓക്കെ, ബട്ട് ആ 25 റുപ്പീസിൻ്റെ ഷെയർ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ബിറ്റ് കോയിൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? ബിറ്റ് കോയിൻ ഒരു 10 വർഷത്തിന് മുമ്പ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത $1 എന്ന് വെച്ചാൽ ഇന്ന് മില്യൺസാണ്. അതുപോലെയാണ് ഇന്ന് നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് 25% ഷെയർ തരാം എന്ന് പറഞ്ഞ് വാങ്ങുന്ന 1,000 റുപ്പീസ്. ഒരു പക്ഷേ നാളെ നിങ്ങളുടെ ഈ വെഞ്ചർ ഒരു വലിയ ഹ്യൂജ് സക്സസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇറ്റ് വർത്ത് മില്യൺസ്. ശരിയല്ലേ? അപ്പം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതിനകത്ത് ആരെങ്കിലും ഇന്നത് പോയി ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? ഒരു 1,000 റുപ്പീസിൻ്റെ ഓൺട്രപ്രണർ ആവാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? Sir, can I tell? Yeah. So recently I saw a video. I had an it was actually very unique. Like in ChatGPT, if we design any small design, we put it. Yeah. We give them the design and say that I need a proper image of this, and they'll provide us some images. Then we could actually remove the background or add any colors as we want, and Yeah. maybe we could get t-shirt printing machine
So Yeah. we buy a few white t-shirts or different colors of different sizes. You could Yeah. print the design and sell online by giving these to Amazon or Flipkart or any Okay. apps. Or we can, if there is any customers, we could customize the shirt according Yeah. to their ideas, and Okay. we could do that. എനിത്തിങ് സി നിങ്ങൾക്ക് ആദ്യം അപ്രോച്ച് ചെയ്യാവുന്നത് നിങ്ങളുടെ പേരൻസാണ്, അല്ലെ നിങ്ങളുടെ അങ്കിളായിരിക്കും, ആരെങ്കിലും ആയിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ. ഒരു ഏഞ്ചൽ ഇൻവെസ്റ്ററായിട്ട് വരും ഇവർ, മനസ്സിലായില്ല. അപ്പോൾ ആ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനൊന്നും ഒരു ഷെയറായിട്ട് വേണമെന്നില്ല. അപ്പം അവർക്ക് അവർ നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ, സന്തോഷിപ്പിക്കാൻ വന്നതാണ്. അവർ നാളെ അവർക്ക് പൈസ കൊടുത്ത് അവർ എക്സിറ്റ് ചെയ്തോളും. അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്നത് അതിന് ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങൾക്ക് എത്ര ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ചാറ്റ് GPT അടുത്ത് തന്നെ ചോദിച്ചാൽ മതി, ഐ വാണ്ട് ടു ബിക്കം ആൻ ഓൺട്രപ്രണർ, ഗീവ് മീ 100 ഐഡിയാസ്. മൈ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് 1000 rupees അല്ലെ 10,000 rupees. എൻ്റെ പൊട്ടൻഷ്യൽ ഇതൊക്കെയാണ്, എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇതാണ്, ഞാൻ ഇന്ന ഏരിയയിലാണ് താമസിക്കുന്നത്. ഇതൊക്കെ ചാറ്റ് GPTക്ക് ഒരു 25 ഇൻപുട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ഒരെണ്ണം ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ ചാറ്റ് GPT ഒരു 100 ഇങ്ങോട്ട് എഴുതി തരും, മനസ്സിലായില്ലേ. അതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നിങ്ങളുടെ ഐഡിയ അതിനകത്ത് ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ദർ ആർ സോ മെനി പോസിബിലിറ്റീസ്. അപ്പം നമ്മുടെ അസൈൻമെൻറ്റ് എന്താണ്, ഇന്നത്തെ ജോബ് അസൈൻമെൻറ്റ് എന്താണ്, ഒരു ബിസിനസ് പ്രപ്പോസൽ ചാറ്റ് GPT ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് അടുത്ത തവണ വരുമ്പം, കഴിഞ്ഞ തവണത്തെ അസൈൻമെൻറ്റൊക്കെ ചെയ്താ ആരെങ്കിലും വെരിഫൈ ചെയ്താ? ആരാണ് കരിയർ ഡിസൈൻ ഇൻചാർജ് കുട്ടികൾക്ക് കൊടുത്ത അസൈൻമെൻറ്റൊക്കെ ചെയ്തിരുന്നോ കഴിഞ്ഞ തവണ? വെരിഫൈ ചെയ്താ? യെസ് സർ, അസൈൻമെന്റ് 5 സ്റ്റുഡൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. കുറച്ചുപേര് എന്തായിരുന്നു ഇൻ അസൈൻമെൻറ്റ് കഴിഞ്ഞ പ്രോഗ്രസ് ആണ്. തവണത്തെ? വാട്ട് വാസ് ദ അസൈൻമെൻറ്റ്? 100 സോഫ്റ്റ് സ്കിൽസ്. 100 സോഫ്റ്റ് സ്കിൽസ്. പിന്നെ നമ്മളൊരു എന്നിട്ട് സർവേ പോലെ നടത്തിയായിരുന്നു കുട്ടികളോട്, ലൈക്ക് ഉം. അവരിപ്പോ ഡെയിലി ചെയ്യുന്ന സോഫ്റ്റ് സ്കിൽസ് ഏതൊക്കെയാണെന്ന്. സോ മെയിൻലി മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓക്കെ. ടൈം മാനേജ്മെന്റ് ആണ് കൂടുതലും ലാക്ക് ആവുന്നത്. ഓക്കെ. അപ്പോ അത് വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസും പ്ലാൻ ചെയ്യുന്നുണ്ട് സർ. ഓക്കെ. അപ്പം നമ്മളുടെ ഈ മാസത്തെ അസൈൻമെൻറ്റ് ഒരു ഓൺട്രപ്രണർ ആവാൻ വേണ്ടിയുള്ള ഒരു ജസ്റ്റ് അതാ പറഞ്ഞ ചാറ്റ് GPTയുടെ അടുത്ത് നിങ്ങളുടെ ഇതൊക്കെ പറഞ്ഞാൽ ചാറ്റ് GPT ഞാൻ ഉണ്ടാക്കി തരും. അത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വായിക്കുക, അത് വെച്ചിട്ടൊരു നല്ലൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുക. എന്നിട്ട് നമുക്ക് ചിലർക്ക് വേണേൽ അഡ്വാൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ ഒരു ഒരു നിങ്ങളുടെ വീടിൻ്റെ പേരിൽ തന്നെ ഒരു സാധനം, ഒരു 1000 രൂപയുടെ ഒരു ഓൺട്രപ്രണർ ആവും, ഒരു കമ്പനി ഫോം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക, എങ്ങനെയൊക്കെയാണ് പ്രൊസീജിയർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു കമ്പനി തുടങ്ങാം എന്നുള്ളതിൻ്റെ കറക്റ്റ് പിക്ചർ കിട്ടും. പിന്നെ നിങ്ങൾ അതിനെ സർവീസ് ചെയ്ത് തുടങ്ങിയാൽ മതി, മനസ്സിലായില്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊരു സെൽഫ് ലേണിംഗ്. ഇതിനു വേണ്ടി നിങ്ങളിപ്പം യു ആർ ഓൾ ലിവിങ് ഇൻ AI വേൾഡിലാണ്. ഇവിടെ നിങ്ങൾക്ക് പോയിട്ട് ഈ പഴയ ആൾക്കാരത്തൊന്നും പോയി ട്യൂഷന് പോകേണ്ട കാര്യമൊന്നുമില്ല. നൗ വാട്ട് എവർ യു ആസ്ക് യു ഗെറ്റ് ദ ബെസ്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യാൻ ആരുമില്ല, മനസ്സിലായില്ലേ. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും ഒരേ ആൻസർ കിട്ടും. ഒരേ ഇൻപുട്ടാണ് കൊടുക്കുന്നെങ്കിൽ ഒരേ ആൻസർ കിട്ടും. ഇല്ല നിങ്ങൾ കൂടുതൽ സ്മാർട്ടാണ്, നിങ്ങൾ കൂടുതൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. അപ്പം യൂസ് യുവർ ചാറ്റ് GPT, യുവർ ബെസ്റ്റ് ഗുരു, ആൻഡ് ഡെവലപ്പ് എ പ്രോജക്റ്റ് റിപ്പോർട്ട്. അല്ലെങ്കിൽ യു സ്റ്റാർട്ട് സംതിങ്. ഒരു പക്ഷേ നെക്സ്റ്റ് മന്ത് ഞാൻ വരുമ്പോൾ ഇതിനകത്ത് പലരും ചിലപ്പം കമ്പനി തുടങ്ങിയിട്ട് 1000 rupees ഇൻവെസ്റ്റ് ചെയ്ത ആൾ ചിലപ്പം പറയും ഐ മേഡ് 10,000 rupees എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടും, ശരിയല്ലേ. അപ്പം വേണമെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്തൂടെ ചേർത്തിട്ട് ജോയിൻറ്റ് വെഞ്ചറായിട്ട് അവരുടെ ഐഡിയ ഒക്കെ എടുക്കുക. എന്നിട്ട് ഒരു ഗെയിം പോലെ ഈ സാധനമൊക്കെ ചെയ്ത് നോക്കുക. നമുക്ക് വേഴ്സ്റ്റ് കേസിൽ ഹൗ മച്ച് യു ആർ ഗോയിങ് ടു ലൂസ് 1000 rupees, റൈറ്റ്. ഏരീസ് ഈസ് ഗിവിങ് യു എഡ്യൂക്കേഷൻ അലവൻസ്, അത് കൂടുതൽ തരുന്നുണ്ട്. അപ്പോൾ യു ജസ്റ്റ് ടേക്ക് എ റിസ്ക്. ആ റിസ്ക് എടുക്കാൻ പഠിക്കുക. 1000 rupeesൻ്റെ റിസ്ക് എടുക്കാൻ പറയുക. പോയാൽ എനിക്ക് 1000 rupees പോവുള്ളൂ. ഓക്കെ. സോ ഹൗ മെനി ഓഫ് യു ഗോയിങ് ടു ഡു ഇറ്റ്? Sir, I will do it. ഓക്കെ, ഗുഡ്. എനിവേ, ഏറ്റവും നല്ല സക്സസ്ഫുൾ പേഴ്സൺ എൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നല്ല കൺസെപ്റ്റൊക്കെയാണ് ചിലപ്പോൾ ഏരീസ് ചിലപ്പോൾ സ്പോൺസർ ചെയ്തെന്നൊക്കെ ഇരിക്കും. ഓൾ റൈറ്റ്. എനിവേ, നൗ ടൈം ഇസ് അപ്പ്. Thank you very much. Any doubt? Any questions? You can, if you have any doubt, you can ask. നമ്മളിപ്പോ ഒരു എന്താ പറയാ ഷെയർ ഹോൾഡർ പൊസിഷൻ, അതായത് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മളിലുള്ള കുറച്ച് എമൗണ്ട്, അതിന്നൊരു ഓൺടർപ്രണർ ആവുന്നതിനെ പറ്റിയിട്ട്, അതായത് എനിക്ക് കുറച്ച് ടൈം വേണം. ഇപ്പം എനിക്ക് അതിനെ പറ്റി ചിന്തിക്കും. ഞാനിപ്പോ അതിന് അങ്ങോട്ടില്ല. ഇപ്പം അതൊരു വലിയൊരു ഓൺടർപ്രണർ അല്ല. അതൊരു വേ ഓഫ് ഗാംബ്ലിങ്ങിന്റെ കുറച്ച് ഷെയർ ബിസിനസ് എന്ന് പറഞ്ഞാൽ
അതൊരു വേറൊരു വേ ഓഫ്. ഇപ്പം ഞാൻ ഇന്ന് വരെ ഷെയർ ബിസിനസ്സിൽ ഇറങ്ങിയിട്ടല്ല ഇൻവെസ്റ്റ് ചെയ്തത്. കാര്യം ഐ ഡോണ്ട് ഗെറ്റ് എ ത്രിൽ ഔട്ട് ഓഫ് ദാറ്റ് വൺ. മനസ്സിലായില്ല? കാര്യം എൻ്റെ മണി ഐ ആം പുട്ടിങ് ഇറ്റ്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി, അതായത് എൻ്റെ കുട്ടിയെ ഞാൻ വേറൊരാളെ നോക്കാൻ ഏൽപ്പിക്കുന്ന പോലെയാണ്. നിങ്ങളെ ഹൂ ഈസ് ഗോയിങ് ടു ടേക്ക്, നിങ്ങളുടെ പേരൻസ് നേരിട്ടല്ലേ നോക്കുന്നത്. സം പേരൻസ് സെൻഡ് എന്താണ് കുട്ടികളെ നേരെ ബോർഡിങ്ങിലേക്ക് അയക്കും നോക്കാതെ. ശരിയല്ലേ? അതുപോലെയാണ് യുവർ മണി യു ആർ പുട്ടിങ് ഇൻ എ ഷെയർ. അവർ വേറെ ആരോ ബിസിനസ് ചെയ്യുന്നു, അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം കിട്ടാം, നഷ്ടം കിട്ടാം. യു ആർ ടേക്കിംഗ് എ റിസ്ക് ആൻഡ് ഷെയർ മാർക്കറ്റ് ആസ് സച്ച് ഈസ് എ ബിറ്റ് ഓഫ് ഗാംബ്ലിംഗ് ഈസ് ദർ ആക്ച്വലി. അത് നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ യു വിൽ ലൂസ് യുവർ മണി ഓൾസോ. ഓക്കെ, ബട്ട് ഐ ആം നോട്ട് ഡിസ്കറേജിങ് ഇറ്റ്. ഇറ്റ് ഈസ് ഓൾസോ നിങ്ങൾക്ക് ടൈം ഇല്ലാത്തവർക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഷെയറിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. വെറുതെ ഇരുന്നാൽ മതി. ചിലതൊക്കെ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആവും. ചില ഷെയർസൊക്കെ 10 rupees നിന്ന് 1 million പോകുന്ന ഷെയർസും ഉണ്ട്. ഓക്കെ, അതൊക്കെ ലക്കിൽ പെടുന്നതാണ്. പക്ഷേ ദർ ഇസ് നോ, ഷെയർ മാർക്കറ്റിനകത്ത് ദർ ഇസ് നോ മിനിമം ഗ്യാരണ്ടി. ബട്ട് അതിനകത്ത് ത്രില്ല് കുറവാണ്. അത് ശരിക്കും ഷെയറിനകത്ത് നിങ്ങൾക്ക് എൻജോയ് ചെയ്തിടണമെങ്കിൽ ഡെയിലി ട്രേഡിനകത്ത് ഇടപെടണം. മനസ്സിലായില്ലേ? എവറി ഡേ നിങ്ങളൊരു 2 hours ഇതിനകത്ത് ഇരുന്ന് അതിനകത്ത് പൈസ ഇടുന്നു. വൈകിട്ടത് ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണ്. അല്ലാതെ ഒരു ഷെയർ എടുത്തിട്ട് പിന്നെ 10 വർഷം വെയിറ്റ് ചെയ്യലോ അല്ലെ 5 വർഷം വെയിറ്റ് ചെയ്തോ അങ്ങനെയൊന്നുമില്ല. Okay, that also slowly you can learn. Maybe in share business also you can put some money and but nowadays online trading in ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. That also AI ഉപയോഗിച്ചിട്ട് they will guide you also. I am not discouraging it. അതിനകത്തുള്ളതല്ലേ ഇപ്പം ക്രിപ്റ്റോയ്ക്കകത്ത് ക്രിപ്റ്റോ വെച്ചിട്ട് ഒരുപാട് പേര് ഇപ്പം they play around. അപ്പം നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഏരിയസിൻ്റെ ഈ കരിയർ ഡിസൈൻ ക്ലാസ്സിൽ വരുന്ന ഒരു 10% ആൾക്കാരെങ്കിലും ഫ്യൂച്ചറിൽ ഒരു ഓൺടർപ്രണറായിട്ട് മാറണം. അതിന് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് പേരൻസ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലും നാളെ നിങ്ങൾ നല്ല ഐഡിയ ആയിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏരീസ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, Thank ബൈ. you, sir.